ഹലോ പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഒരു സെഷനാണ് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടക്കുന്നത്. കുറച്ചുകൂടി ആളുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ടൈറ്റിൽ മലയാള വിമർശനം അല്ലെങ്കിൽ മലയാള നിരൂപണം എന്ന ഒന്ന് ഉണ്ടോ എന്നൊരു ടൈറ്റിലാണ് ഇതിൻ്റെ സംഘാടകർ വെച്ചിട്ടുള്ളത്. ഈ ഫെസ്റ്റിൻ്റെ ഒരു 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 പ്രമേയം സെക്യുലറിസം, പോസ്റ്റ് സെക്യുലറിസം, അതിജീവനം എന്ന് പറഞ്ഞൊരു പ്രമേയവുമാണ്. ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് രാജഗോപാലൻ മാഷ് നല്ലൊരു തമാശ എന്നോട് പറയുണ്ടായി. അതെന്താണെന്ന് വിചാരിച്ചാൽ, വിമർശനമില്ല എന്ന് നിങ്ങൾ തീരുമാനമാക്കുകയും ചെയ്തു, 1.5 മണിക്കൂർ ചർച്ചയും ഉണ്ട്. വിമർശനം ഉണ്ടോ ഇല്ലേ എന്നതിൽ ഉണ്ട് എന്നും ഇല്ല എന്നും പെട്ടെന്ന് നമുക്ക് അഭിപ്രായം പറഞ്ഞ് തീർക്കാൻ പറ്റാവുന്നത് പോലെയുള്ള ഒരു ശീർഷകമാണത്. നമുക്കെപ്പോഴും പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടാനോ പെട്ടെന്ന് തീർപ്പുകളിലെത്താനോ സങ്കീർണതകളെ അഭിസംബോധന ചെയ്യാനോ ഒക്കെ പ്രയാസമുള്ള ആളുകൾ കൂടിയാണ് നമ്മൾ. അതിനൊരു തർക്കത്തിൻ്റെ സ്വഭാവവും കൂടി ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനൊരു തർക്കത്തിൻ്റെ സ്വഭാവം കൂടി ഉണ്ടാവും. എന്തായാലും അങ്ങനെയാണ് ചർച്ച ടൈറ്റിൽ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഞാനൊരു 5 മിനിറ്റ് മാത്രം ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയുകയും, ഇന്ന് ഇതിനകത്ത് നേരത്തെ നമ്മുടെ കുട്ടി പരിചയപ്പെടുത്തിയതുപോലെ ഈ പാനലിൽ വളരെ വൈവിധ്യപൂർണമായിട്ട് പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് ഈ വിഷയം സംസാരിക്കാൻ ശേഷിയുള്ള മലയാള സർവകലാശാലയുമായി അത്രമേൽ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന 3 ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാജഗോപാലൻ മാഷ് തുടക്കം മുതൽ നമ്മളോടൊപ്പം എല്ലാ പരിപാടികളിലും ഉള്ള ഒരാളാണ്. മാഷുടെ ഒരു വിമർശനത്തിൻ്റെ സ്വഭാവം കുട്ടികൾക്ക് അറിയാം. രാഹുല് ഒരുപക്ഷെ വേറൊരു രീതിയിൽ മലയാളത്തിൻ്റെ വായനയെ കുറെ കൂടി ഒരു യൂറോസെൻട്രിക്കായ വായനയെ തന്നെ ഏറ്റെടുത്ത് മറ്റു ചില വിധാനങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വിമർശനത്തെ സംബന്ധിച്ച് അത്തരം ചില എലമെന്റുകൾ നിശ്ചയമായും രാഹുലിന് ഈ സെഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നാസറും വളരെ ഷാർപ്പായി കുറെ കൂടി പൊളിറ്റിക്കലായി സാഹിത്യത്തെയും സംസ്കാരത്തെയും നമ്മുടെ പൊതുജീവിതത്തെയും ഒക്കെ ബാധിക്കുന്ന നാനാതരം പ്രമേയങ്ങൾ പൊതുസമൂഹത്തിലും അക്കാഡമിക്സിലും എഴുത്തിലും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നാസറിന്റെ സാന്നിധ്യവും ഒരുപക്ഷെ വളരെ വളരെ സന്തോഷമാണ് ഈ സെഷനിൽ. മലയാള വിമർശനം എന്ന ഒന്നുണ്ടോ എന്നുള്ളതാണ് ടൈറ്റിൽ എന്ന് ഞാൻ പറഞ്ഞു. അതുണ്ടായി വരുന്നൊരു സാഹചര്യത്തെ കുറിച്ച് ടെറി ഈഗിൾട്ടൺ എന്ന് പറയുന്ന ഒരാൾ പറയുന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു പുസ്തകമുണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ ഫങ്ഷൻ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്നാണ്, സാഹിത്യ വിമർശനത്തിൻ്റെ ധർമ്മം. അപ്പം അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ആധുനിക ഗദ്യപ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് നിരൂപണം. അതേമാതിരി നിരവധി ഗദ്യപ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്. നാടകമുണ്ട്, നോവലുണ്ട്, ജീവചരിത്രമുണ്ട്, ആത്മകഥയുണ്ട്, പലതുണ്ട്. അങ്ങനെ ഒരു പക്ഷെ ഒരു 1850-കൾക്ക് ശേഷം 1890-കളോടൊക്കെ ശേഷം മലയാളത്തിൽ സജീവമാവുകയും ഇന്ന് ഒരു 150 വർഷം, 1.5 നൂറ്റാണ്ട് പിന്നിടുകയും ചെയ്ത ഒന്നാണ് മലയാള നിരൂപണത്തിന്റെ ഹിസ്റ്ററി. അപ്പോൾ അതിൽ ഈഗിൾട്ടൺ പറയുന്ന ഒരു കാര്യം, പൊതു താല്പര്യങ്ങളിൽ രൂപപ്പെട്ടു വന്ന അത്തരം ഒരു ഗദ്യപ്രസ്ഥാനത്തിൽ നിന്ന് പിൽക്കാലത്ത് പൊതു താല്പര്യങ്ങൾ നഷ്ടമായി എന്ന് അദ്ദേഹം ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ പറയും. നമ്മൾ ആലോചിച്ചു, ഒരു പൊതുപ്രമേയത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ ചർച്ച നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. മലയാള വിമർശനം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു താല്പര്യം വേറൊരു രീതിയിൽ അതിനകത്ത് ഒരു പൊതുജീവിതം ഇന്ന് സാധ്യമാണോ എന്ന് കൂടിയാണ്. ഏറ്റവും കോമൺ സെൻസിക്കലായി മലയാള വിമർശനം ഇല്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷേ ഇന്ന് നല്ല മലയാള വിമർശകരില്ല എന്നുള്ള സൂചനയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ടൈറ്റിലിനെ കുറിച്ച് ആലോചിക്കും. ഇന്ന് നല്ല മലയാള വിമർശകരില്ല. ഒരുപക്ഷെ മലയാള വിമർശനത്തിന്റെ ചരിത്രം പറയുന്ന ആളുകൾ അതിൻ്റെ ഒരു സുവർണഘട്ടത്തെ കുറിച്ച് പറയാറുണ്ട്. കേസരിയും MP പോളും മാരാരും മുണ്ടശ്ശേരിയും തായാട്ട് ശങ്കരനും ഒക്കെയുള്ളൊരു സുവർണ കുറിച്ച്. അത് കഴിഞ്ഞ് ഒരു ആധുനിക നിരൂപണത്തിന്റെയും തുടർന്ന് വന്ന ആധുനിക നിരൂപണത്തിന്റെ 2ാം ഘട്ടത്തെയും കുറിച്ച് പറയാറുണ്ട്. അതിനുശേഷം അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നൊരു പൊതുധാരണ പലപ്പോഴും നമുക്കുണ്ട്. ചിലരൊക്കെ പറയും KPF-ന് ശേഷം അങ്ങനെ മലയാള വിമർശനം ഉണ്ടോ, മലയാളത്തിലെ പുതിയ വിമർശകർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അഴീക്കോട് മാഷ് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിനകത്ത് നവനിരൂപണത്തെ കുറിച്ച് അടയാളപ്പെടുത്തുമ്പോൾ ഈ ഉത്കണ്ഠ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടാവും. മലയാള സാഹിത്യ വിമർശനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നവനിരൂപണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പുതിയ നിരൂപകർ
പ്രശ്നങ്ങളോട് അഭിസംബോധന ചെയ്യാൻ ശേഷിയുള്ള ആളാണോ? അതേ യുക്തിയിലാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വേറൊരു ഡയമെൻഷനിൽ ആലോചിച്ചു കഴിഞ്ഞാൽ മലയാള വിമർശനം മാത്രമായി നിൽക്കാൻ പറ്റില്ല. അത് വേറൊരു കാഴ്ചയാണ്. നിങ്ങൾ നോക്കൂ, അത് നിരവധി ആവിഷ്കാര പ്രകാരങ്ങളെ പോലെ ഒന്ന് മാത്രമാണ് സാഹിത്യം. ചിത്രകലയുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അതേമാതിരി ഒന്ന് മാത്രമാണ് സാഹിത്യം. പിന്നെ സാഹിത്യ നിരൂപണത്തിന് മാത്രം എന്തെങ്കിലും പ്രത്യേക എൻറ്റിറ്റി ഉണ്ടോ? സാഹിത്യം എന്ന് പറയുന്ന ഒരു മൗലികത അങ്ങനെ നിലനിൽക്കുമോ? അത് മറ്റെല്ലാറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. എല്ലാറ്റിനെയും നിശ്ചയിക്കുന്നത് ഒരുപക്ഷെ സമൂഹവും സംസ്കാരവും അധികാരവും വ്യവഹാരവും ഒക്കെയാണ്. അതുകൊണ്ട് സാഹിത്യ നിരൂപണം എന്ന് പറഞ്ഞാൽ മാത്രം ഒരു മൗലിക എൻറ്റിറ്റിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാഹിത്യ നിരൂപണം സാധ്യമല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. ഞാൻ പറഞ്ഞത് മലയാള നിരൂപണം ഉണ്ട് ഇല്ലേ എന്നൊക്കെ, അതിൻ്റെ ഒരു അതിജീവനത്തെ കുറിച്ചൊക്കെ പല കാഴ്ചപ്പാടുകൾ പറയാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു പക്ഷേ ഒരു 150 വർഷം മലയാള വിമർശനം അതിൻ്റെ ചരിത്ര ജീവിതം കണ്ടെടുത്തതിന് അത് കഴിഞ്ഞ് അതിൻ്റെ വർത്തമാനത്തിൽ അത് ആവശ്യപ്പെടുന്ന ധാരാളം കാര്യങ്ങളാണ്. ഇപ്പൊ മലയാള വിമർശനത്തിന്റെ ഒരു ചരിത്രം നന്നായിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ, അഴീക്കോട് മാഷ്ട പുസ്തകത്തിന്റെ ടൈറ്റിൽ നടന്ന രാജഗോപാലൻ മാഷും ഞാനും ഇങ്ങനെ പറഞ്ഞു, മലയാളത്തിന്റെ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധമായി. പിൽക്കാലത്ത് അതൊരു സാഹിത്യചരിത്രത്തിന്റെ സ്വഭാവത്തിൽ സംവിധാനം ചെയ്യപ്പെടുകയും അത് ആ രീതിയിൽ തന്നെ KP അപ്പൻ മാഷൊക്കെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സൗണ്ടായിട്ടുള്ള മലയാള വിമർശനത്തിന്റെ ചരിത്രമല്ല. നമുക്ക് നോവലിന്റെ ചരിത്രമുണ്ട്, ചെറുകഥയുടെ ചരിത്രമുണ്ട്, ആധുനിക ഗദ്യപ്രസ്ഥാനങ്ങളുടെ ഒക്കെ ചരിത്രമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാള വിമർശനത്തിന്റെ ഒരു കനപ്പെട്ട ചരിത്രം നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൂടാം. PV വേലായുധൻ പിള്ളയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഈ PK പരമേശ്വരൻ നായർ സ്മാരക ട്രസ്റ്റിന്റെ മലയാള വിമർശനത്തെ കുറിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. എങ്കിലും ഫലപ്രദമായി മലയാള നിരൂപണത്തിന്റെ ചരിത്രം എഴുതപ്പെടാത്ത ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഒരുപക്ഷെ നാം മലയാള വിമർശനം ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിതും കൂടി പറഞ്ഞു നിർത്തുന്നത്, രണ്ടാമത്തെ ഒരു കാര്യം അതിന്റെ ഓരോ സാങ്കേതിക പദവും നിരൂപണമാണോ, വിമർശനമാണോ, അതിവിമർശനമാണോ, ഇങ്ങനെ ധാരാളം പദാവലികൾ. ഈ പദാവലികളിലൊക്കെ കൃത്യത വേണ്ടി വരികയും ആ കൃത്യതകളിൽ നിന്ന് അതിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം ഇന്ന് സമകാലത്ത് നിരൂപണം എന്ന് പറയുന്ന വാക്ക്, വിമർശനം എന്ന് പറയുന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നിന്ന് ധാരാളം പുതിയ പ്രയോഗങ്ങൾ കണ്ടെടുക്കപ്പെടേണ്ടുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ഇപ്പൊ മലയാള നിരൂപണത്തിൽ ഇംഗ്ലീഷ് ഉണ്ട്, മലയാള നിരൂപണത്തിൽ സംസ്കൃതം ഉണ്ട്, മലയാള നിരൂപണത്തിൽ എത്ര തമിഴ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അയ്യപ്പ പണിക്കർ അതിന്റെ വഴികളെ കുറിച്ച് ആലോചിച്ചിരുന്നു. അതിനകത്ത് തുടർച്ചകൾ ഉണ്ടായില്ല. അതിനകത്ത് ആശയപരമായി അതിന്റെ ചരിത്രം എഴുതാൻ, സങ്കല്പനപരമായി അതിന് നോക്കാനുള്ള ആലോചനകളൊന്നും ഒരുപക്ഷെ വിമർശനത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്തില്ല. ഇതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് നാം മലയാള വിമർശനം ഒന്ന് ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കുന്നത് എന്ന് മാത്രം പ്രാഥമികമായി പറയുന്നു. ഒരു 20 മിനിറ്റ് വീതം ഇവർ ഓരോരുത്തരും സംസാരിക്കും. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അതിനുശേഷം കുട്ടികൾ നിർബന്ധമായും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ആരോടാണ് ചോദിക്കുന്നതെന്ന് കൂടി നിങ്ങൾ രേഖപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും കൂടിയായിട്ട് നമുക്ക് ഈ ചർച്ചയെ സജീവമാക്കാൻ കഴിയട്ടെ, അർത്ഥപൂർണ്ണമാക്കാൻ കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെഷനും കൂടിയുണ്ട്. അപ്പോൾ അതും ടൈം പ്രയാസമില്ലാത്ത രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസാരത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ രാജഗോപാലൻ മാഷോട് ആദരപൂർവ്വം അറിയിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല ഒച്ചയിൽ ഉറപ്പിച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോകാം. അതാണ് എൻ്റെ അവതാര ഉദ്ദേശം. ഉണ്ട്. എൻ്റെ ഈ വിരലിൻ്റെ അറ്റത്ത് ഞാൻ തൊട്ടു നോക്കി. 40 പുസ്തകം എഴുതിയതിന് തഴമ്പാം. അപ്പോൾ ഞാൻ ഈ 40 പുസ്തകം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിട്ടില്ല എന്നർത്ഥം. ഇത് കുറച്ച് വൈകാരിക വിഷയം തന്നെയാണ്. ഈ അപമാനം ഞാൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടെ സാഹിത്യരംഗത്ത്, സംസ്കാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, സംഘാടകർ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് മലയാള നിരൂപണമുണ്ടോ, നിരൂപണത്തിന്റെ മരണം, ഇതൊക്കെ നോവലുണ്ടോ, കവിത ഉണ്ടോ ചോദിക്കാൻ എന്തുകൊണ്ട് അറിഞ്ഞൂടാ. യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാനം തന്നെ നിരൂപണ. ഞങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ ഇവിടെ പഠിപ്പിക്കാനുണ്ടോ? എന്താണെന്നല്ല, വ്യക്തിപരമായിട്ടല്ല, പുതിയ എഴുത്തുകാരുടെ ഒക്കെ ഉണ്ടോ, രാഹുലിനുണ്ടോ, മറ്റ് നാസറിനുണ്ടോ? അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എനിക്ക് അറിഞ്ഞൂടാ. ആ CA-ക്ക് അവന് വിട്ടുകൊടുക്കേണ്ട വിഷയം. നിരൂപണം ഉണ്ട്, കാരണം ജീവിതമുണ്ട്, സാഹിത്യമുണ്ട്. അതുകൊണ്ട് നിരൂപണമുണ്ട്. ഇത് വല്ലാതെ വളച്ചു കെട്ടി പറഞ്ഞ് എന്തോ ആക്കേണ്ട കാര്യമൊന്നുമില്ല.
വായിക്കുന്ന സമൂഹത്തിൽ നിരൂപണം സ്വാഭാവികമാണ്. അതല്ലാതെ നിരൂപണം എഴുതുന്നില്ല. ചില ആൾ എഴുതും, അവർ നിരൂപകരാവും. അതിനപ്പുറത്ത് ഇതിന് അധികാരമൊന്നുമില്ല. പണ്ട് അഴീക്കോട് മാഷ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മുട്ട് തുറക്കണം, APM എന്ന് കേൾക്കും മുട്ട്, അതൊക്കെ പഴയ ഫ്യൂഡൽ ആശയങ്ങളാണ്. ഒരാളെ കാണുമ്പോൾ മുട്ട് തുറക്കേണ്ട കാര്യമില്ല. അങ്ങനെ വലിയ താരങ്ങളൊന്നും ഒരു രംഗത്തും നമ്മുടെ ഉത്തരാധുനിക എന്ന് പറയുമ്പോൾ തന്നെ ഈ താരങ്ങളുടെ റദ്ദാക്കലാണ്. താരമൂല്യം എന്ന് പറയുന്നത് നമ്മൾ ഫാസിസ്റ്റ് മനസ്ഥിതിക്കാർക്ക് താരമൂല്യത്തിൽ വീണ്ടും വീണ്ടും താല്പര്യമുണ്ടാവും. പക്ഷെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്ക് താരമൂല്യത്തിൽ ഒരു വിശ്വാസമില്ല. അങ്ങനെ താരങ്ങളെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ താരങ്ങളെ സൃഷ്ടിക്കുക, സെലിബ്രിറ്റി, ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന ഡിക്ഷണറിയിൽ ഉറങ്ങിക്കിടുന്ന വാക്കാം സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ആരും ഉപയോഗിക്കാത്ത വാക്കാം. ഇപ്പോഴെല്ലാ രംഗത്തും സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വലിയ വലിയ ആൾക്കാർ മാത്രം, കുറച്ച് മാഷ് കുറെ പേരുകൾ പറഞ്ഞു, അവരൊക്കെ വലിയ പ്രവർത്തനം ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അവർ മാത്രമാണ്, അങ്ങനെയില്ല. അപ്പോൾ വായിക്കുന്ന സമൂഹത്തിൽ നിരൂപണം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, സംസ്കാരത്തിന്റെയും ദർശനത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും വിശകലനത്തിന്റെയും ഒക്കെ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ നിരൂപണം മലയാളത്തിൽ ഉണ്ട്. ഒരു ഉദാഹരണം പറയാൻ സമയം എടുക്കുന്നില്ല എന്നോട്ടോ. അത്തരം എഴുത്തുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വരുന്നുണ്ട്. അതാണ് ഞാൻ പൊങ്ങച്ചായിട്ട് എൻ്റെ 40 പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞത്. പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ജീപ്പ് യാത്ര നടത്താൻ പേര് ആലോചിക്കുന്നുണ്ട്. കാസർഗോഡ് തൊട്ട് പാറശാല വരെ നിരൂപണം ഉണ്ട് എന്ന് പറയാം. അത്രയും അപമാനം നേരിടുന്ന പ്രശ്നമാണ്. എൻ്റെ പുസ്തകങ്ങളൊന്നും കെട്ടിക്കിടക്കുന്നില്ല കേട്ടോ. എൻ്റെ ഒരു പുസ്തകം കെട്ടിക്കിടക്കുന്നില്ല. അതിന് നന്നായി വിറ്റ് പോകുന്നുണ്ട്. രാഹുലിന്റെ പുസ്തകം കെട്ടിക്കിടക്കുന്നില്ല. ആരുടെ പുസ്തകം കെട്ടിക്കിടക്കുന്നില്ല. എന്നിട്ട് ഏതോ ഒരു നിഗൂഢ കേന്ദ്രത്തിന് അപമാനിക്കാനുള്ള, അതെന്തുകൊണ്ടെന്ന് അറിയോ? ആ നിഗൂഢത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പറയുന്ന ആൾക്കാർ അവരെ കുറിച്ച് രാഹുൽ എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നാസർ രാജഗോപാലൻ എഴുതിയിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ. അവരുടെ കവിതയിൽ അത്ര വളരെ പെറ്റിയായിട്ടുള്ള മനോഭാവങ്ങളിൽ നിന്നാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മലയാള നിരൂപണം ആത്മാർത്ഥമായിട്ട് എഴുതുന്നവരുടെ പുസ്തകങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വിറ്റ് പോകുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, സിലബസിൽ പെടുന്നുണ്ട്, അതിനെക്കുറിച്ച് മറ്റെഴുത്തുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇല്ല എന്നുള്ള ഈ സംഗതി, ഈ വളരെ നിര്യാതനായെന്നുള്ള കാര്യം പറയുന്ന പോലെ അത് വളരെ കഷ്ടമാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള യുവതി യുവാക്കളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണ്ട, ഞാൻ പറയുന്ന പോലെ ബോഷ്കാണോ? ഇന്നലെ ഇത് ഉദ്ഘാടനം ചെയ്ത പൊപ്പേട്ടന്റെ വാക്കാണ് ബോഷ്ക്ക് എന്നുള്ളത്, അല്ലെ? അദ്ദേഹത്തിന്റെ കഥാപാത്രം ഗംഭീര നേരം പറഞ്ഞപ്പോൾ അത് ബോഷ്കല്ല താനും എന്ന് പറയുന്നത് പൊപ്പേട്ടനാണ്. ആ പൊപ്പേട്ടനെ ഓർമ്മിച്ചുകൊണ്ടാണ് ദീപുന്നാഥൻ, അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അത് ബോഷ്കല്ല. ഞാൻ ആത്മവിശ്വാസത്തോടെ തന്നെ പറയാണ്, ഇതിങ്ങനെ ഇല്ലാതായിട്ടില്ല, ഇല്ലാതാവുകയോ ഇല്ല. എന്റെ കാരണം പറഞ്ഞാൽ വായിക്കുന്ന മനുഷ്യനുണ്ടാകുമ്പോൾ ഇതുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നാടൻ മട്ടിൽ എനിക്ക് പറയാൻ അറിഞ്ഞുള്ളൂ. പിന്നെ അപ്പൊ ആ മട്ടിൽ ഞാൻ പറയാണ്, ഇത് ഉണ്ട്. ഈ പ്രചാര വേല തീർത്തും വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. പ്രശസ്തി മാത്രം ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ, അവരെ പറ്റി എഴുതാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പരാതിയാണ് വാസ്തവത്തിൽ. ലളിതമായി പറഞ്ഞാൽ അത് വലിയ താത്വിക മൂല്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട്, പല വീക്ഷണങ്ങളും വരുന്നുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ ഒരു കോളം ചെയ്തിരുന്നു, മാതൃഭൂമിക്കലിൽ ഉൾക്കഥ എന്ന് പറഞ്ഞു. അത് മലയാളത്തിലെ ഒരു വർഷം മുഴുവൻ അത് പുസ്തകമായിട്ട് ആ പുസ്തകം വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നിരൂപണം ഇല്ലാതായതിലുള്ള വിചാരത്തിൽ ഒരു കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ നിരൂപണം എന്ന് പറയുന്ന ഒരു വളരെ വ്യക്തിപരമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ പറയുന്ന ഒരു സ്ഥലമല്ലോ. മാഷ് പറഞ്ഞ പോലെ താത്വികമായിട്ടുള്ള അടിസ്ഥാനമുണ്ട്. താത്വികമായിട്ട് പറഞ്ഞാൽ നമ്മൾ തത്വം പഠിച്ചിട്ട് ആ നിലക്കല്ല. നമ്മൾ ഈ ഫോറം പൂരിപ്പിക്കില്ലേ, ഫോം നെയിം ഓഫ് അപ്ലിക്കന്റ് പേര് എഴുതുക. അതേപോലെ വിദേശ സിദ്ധാന്തങ്ങളുടെ ഒരു ഫോം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. ആ ഭാഗത്ത് മലയാളത്തിലെ കവിതേന്റെയും കഥേന്റെയും പേര് ചേർക്കുന്ന അവിടെയുള്ള നിരൂപണമാണ് യൂണിവേഴ്സിറ്റി പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. മലയാള നിരൂപണം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതപ്പെടുന്ന നിരൂപണം മാത്രമല്ല, മലയാളത്തിന്റെ സാംസ്കാരിക അനുഭവങ്ങൾക്ക് കാര്യമായ സ്ഥാനം കൊടുക്കുന്ന, പക്ഷെ ഈ മലയാളം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭാഗമാണ്, രാജ്യത്തിന്റെ ഭാഗമാണ് വിചാരത്തോട് കൂടിയിട്ടുള്ള നിരൂപണത്തെയാണ് മലയാള നിരൂപണം എന്ന് വിളിക്കുന്നത്. ആ നിലക്കുള്ള കണ്ടമാന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പലരുടെയും പിങ്ങോട്ടശ്ശേരി മാഷിന്റെയും അമാരാരുടെയും അതുപോലെ അഴീക്കോടിന്റെ ഒക്കെ പേരുകളിലൂടെ പറയണ്ടേ. ഇപ്പോ കുട്ടികൃഷ്ണൻ വലിയ സംസ്കൃത പണ്ഡിതനാണ്. പക്ഷെ ധ്വനിയെ കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന നാടൻ പാട്ടാണ്. കുഞ്ഞമ്മൂന്റെ അച്ഛനോ മറ്റാരാണെന്നോ അല്ലേ, അദ്ദേഹത്തിന് വലിയ വലിയ ആളുകൾ ഉദ്ധരിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹം മലയാളത്തിൽ നാടൻ പാട്ട് ഉദ്ധരിച്ചിട്ടാണ് ധ്വനിയെ കുറിച്ച് പറയുന്നത്.
മറ്റേ സംസ്കൃത ശ്ലോകത്തെക്കാളും നല്ലത് ഈ ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ധീരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ നിരൂപണത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. കേരളീയമായിട്ടുള്ള അനുഭവങ്ങൾ, നമുക്ക് പരിചയമുള്ള അനുഭവങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അന്വേഷണം ഇപ്പോൾ നിരൂപണത്തിൽ നടക്കുന്നുണ്ടെന്നതാണ് രണ്ടാമതായി പറയാനുള്ള കാര്യം. പിന്നെ ഈ നിരൂപകന്റെ അധികാരഭാവം നിങ്ങളെ കണ്ടാൽ എഴുത്തുകാരൻ തോന്നില്ല പറയാറ്. അത് പഴയ നിരൂപകൻ ഈ ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ബാക്കി ഈ അഴീക്കോട് മാഷൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുഴുവൻ ഒരാൾ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് നിഗ്രഹാനുഗ്രഹ ശേഷികളൊക്കെ ഉണ്ട് എന്നുള്ള വിചാരം ഒരുപക്ഷെ KP അപ്പന പോലും ഉണ്ടായിരുന്നു. അതായത് അപ്പനാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു പിതൃബിംബാണ്. അങ്ങനെ സ്വയം പ്രവർത്തിച്ച ആളാണ്. ഞാൻ എഴുത്തുകാരെ ഉണ്ടാക്കും ഇല്ല, അങ്ങനെ ഒരു പണിയും നിരൂപണത്തിന്റെ പണിയല്ല. ഇതെല്ലാം നിരൂപണത്തിന്റെ പണി. നിരൂപണത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു കൃതിയിൽ ഉള്ള ലോകത്തെ, ഭാഷയെ, സംസ്കാരത്തെ, അധികാരബന്ധങ്ങളെ, അതിലുള്ള വിചിത്രമായ ഭാവനയുടെ കുതിപ്പുകളെ പിന്നെ സ്ഥാനപ്പെടുത്തുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇതാണ് നിരൂപണം ചെയ്യുന്ന കാര്യം. അല്ലാതെ ഒരു എഴുത്തുകാരനെ പ്രൊമോട്ട് ചെയ്യലോ, അല്ലെങ്കിൽ എഴുത്തുകാരനെ അങ്ങോട്ട് കുതിര കയറലോ, നിന്നെ നശിപ്പിച്ച് കളയെന്ന് പറയലോ, അല്ലെങ്കിൽ നിന്നെ സൃഷ്ടിച്ച് കളയെന്ന് പറയലോ, അതൊന്നുമല്ല. അതൊക്കെ എഴുത്തുകാർക്ക് ഇപ്പോൾ സമീപകാലത്തിൻ്റെ ഒരു കാര്യം. എനിക്ക് പണ്ടൊക്കെ ചില പുസ്തകങ്ങൾ സൗജന്യമായി അയച്ചു കിട്ടുമായിരുന്നു. ഇപ്പൊ ഞാൻ അയച്ചു കിട്ടാറില്ല. അതിന് സന്തോഷമുണ്ട്. ഇയാൾക്ക് ഇങ്ങനെ പ്രസാദമായിട്ട് അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മളെ നിറച്ചില്ലേ, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് വേണ്ട പുസ്തകങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചോളൂ. കവികളും നോവലിസ്റ്റുകളൊന്നും പുസ്തകം അയച്ചു തരേണ്ട കാര്യമില്ല. അങ്ങനെ ഫ്യൂഡൽ സങ്കല്പങ്ങൾ നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും അല്ല നിരൂപണത്തിന്റെ പണി. നിരൂപണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ദേശീയമായിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള, ആ വാക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നത്, പ്രാദേശികം എന്നുള്ള വാക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ദേശീയം എന്ന് മാത്രം പറയണ്ട, പ്രാദേശികമായിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുന്ന എഴുത്തുകളെ പ്രാഥമികമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പറ്റണം. അതാണ് മലയാള നിരൂപണത്തിന്റെ പ്രവർത്തനം. അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അനൗപചാരികമായിട്ടുള്ള അറിവുകൾ കൂടി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ശ്രദ്ധയോടുകൂടി വൈദഗ്ധ്യത്തോട് നടത്തുന്ന ഒരുപാട് നിരൂപകർ നമ്മുടെ ഭാഷയിൽ ഉണ്ട്. അവരുടെ ശ്രദ്ധ വളരെ സർഗാത്മകമാണ്. അവർക്ക് അതിനുവേണ്ട ലോകബോധമുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ അധികാരികളുമല്ല. ഈ അധികാരികളുടെ ഒരു സമയമില്ലാത്ത ആളുകളാണ് അവരെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഇന്നത്തെ നിരൂപണം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എഴുത്താൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നതാണ് ഓഥോറിയൽ മീനിങ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത്. നമ്മളിപ്പോ വയലാർ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ മറ്റൊരു കവി പറഞ്ഞു, കുമാരനാശൻ പറഞ്ഞു എഴുതുക, നമ്മുടെ പഴയ മട്ട. കുമാരനാശൻ അല്ല പറയുന്നത്. കുമാരനാശന്റെ ആ കവിതയായി നമ്മൾ സങ്കല്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. കുമാരനാശൻ പറഞ്ഞ കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അത് നമ്മുടെ ഒരു ശൈലിയുടെ കുഴപ്പമാണ്. അപ്പൊ ഈ ഓഥോറിയൽ മീനിങ് എന്ന് പറയുന്നത്, അതായത് ഗ്രന്ഥകർത്താവിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കൃതിക്ക് യൂണിവേഴ്സിറ്റിയിൽ പുതിയ കാര്യമല്ല, ഒരു കൃതിക്ക് സാധ്യമായ അനവധി അർത്ഥങ്ങളിൽ ഒരർത്ഥം മാത്രമാണ് എന്ന കാര്യം പണ്ടേ ഉള്ളതാണ്, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അത് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ ടി പത്മനാഭന്റെ ഒരു കഥയെ പറ്റി എഴുതുമ്പോൾ അത് അദ്ദേഹം എഴുതിയ കഥയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് മാത്രമേ ടി പത്മനാഭൻ എന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ പത്മനാഭന്റെ അഭിപ്രായം എങ്ങനെയാണ് പത്മനാഭൻ കണ്ടെത്തിയതെന്ന് പറയാറില്ല. ആ കൃതിയുടെ അർത്ഥത്തിന്റെ പൂർണ്ണാവകാശം അത് എഴുതിയ ആൾക്കില്ല. നമ്മുടെ ശരീരം പോലും നമ്മുടെ മാത്രമല്ല. നമ്മൾ നടക്കുന്നത് പിന്നെ അത്ര ശൈലി. ഇപ്പൊ പൂഴിമണ്ണിൽ നടക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ എൻ്റെ വീടൊരു കടലിനടുത്താണ്, അവിടെയുള്ള ആളുകളുടെ നടത്തുന്നതിന് വേറെ താളമുണ്ട്. കിഴക്കൻ ദിക്കുകളിൽ മല കയറുന്ന ആളുകളുടെ നടത്തം വേറെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണ ഉടമസ്ഥ പോലും നമുക്കില്ല. പിന്നെ കൃതിയുടെ അർത്ഥത്തിന് ഉടമസ്ഥ ഉണ്ടാവും. അപ്പോൾ ഓഥോറിയൽ മീനിങ് എന്ന് പറയുന്നത്, ഗ്രന്ഥകർത്താവിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കൃതിക്ക് സാധ്യമായ അനന്തമായ അർത്ഥങ്ങളിൽ ഒരർത്ഥം മാത്രമാണ് എന്ന കാര്യം പുറത്തിലുണ്ട്. അതും ഈ നിരൂപണത്തിന് ഗ്ലാമർ കുറക്കാൻ സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരാളെ ഈ അർത്ഥമൊക്കെ ഇയാൾ ഇങ്ങനെ നേരത്തെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എഴുത്തുകാർക്ക് സന്തോഷമായിരിക്കും. ഞങ്ങൾ ഇത്രയും അർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ളവരാണല്ലോ എന്നില്ല. അങ്ങനെയൊന്നും കഴിവില്ല. വായനക്കാരന്റെ കഴിവുകൊണ്ട് കൂടിയാണ് അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് എന്ന വിചാരം ഒരുപക്ഷെ ഈ നോവൽ എഴുതുന്നവരെയും കവിത എഴുതുന്നവർക്ക് കുറച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നിരൂപണം ഇല്ല എന്ന് അവർ ഈ ഇങ്ങനെയുള്ള ഉത്സവ സംഘാടകരെ കൊണ്ടൊക്കെ പറയിക്കുന്നത്. അത് അത് വെറുതെ ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ല, അതിനൊരു കാര്യമുണ്ട്. ഈ അർത്ഥങ്ങളുടെ കുത്തക എഴുത്തുകാരെന്ന് വായനക്കാരിലേക്ക് വന്നതിന്റെ സാഹചര്യത്തിലാണ് അത്തരം പരാമർശങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാൻ വാദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം.
അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് വിചാരിക്കാം, എനിക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റായി നടിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന എന്നിൽ തന്നെ ഫാസിസത്തിന് അംശങ്ങളുണ്ടാവും, വർഗീയത അംശം ഉണ്ടാവാം. ഞാനൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല, അല്ലേ, ഉണ്ടാവാം. അത് കൃതിയിലുണ്ടോ? അപ്പോൾ സ്ത്രീവാദത്തിന് വേണ്ടി ശബ്ദിക്കാൻ തീരുമാനിക്കുന്ന ഒരു കൃതിയിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും. അത് സ്വാഭാവിക, അത് സാഹിത്യത്തിന്റെ ഗുണം. ഞാൻ പറയട്ടെ, ഞാൻ ഇംഗ്ലീഷ് അധ്യാപനം ഇവിടെ പരിചയപ്പെടുത്തിയത് ശരിയാണ്. ഇംഗ്ലീഷിൽ സാഹിത്യത്തിൽ തുല്യമായി പറയുന്ന വാക്ക് ലിറ്ററേച്ചർ അല്ല. ഞാൻ 100 തവണ പറഞ്ഞ കാര്യമാണ്, മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ വായിച്ചതിനെ ക്ഷമിക്കുക, സന്ദർഭത്തിന് വേണ്ടി പറയുന്നത്. ലിറ്ററേച്ചർ എന്നുള്ള വാക്കിനെക്കാളെ എത്രയോ മടങ്ങ് വലിയ വാക്കാണ് സാഹിത്യം. ലിറ്ററേച്ചർ എന്നുള്ള വാക്കിന് കിട്ടാവുന്ന അർത്ഥം എന്താ? വാക്കുകൊണ്ടുള്ള ഏർപ്പാട്, അത്രേ ഉള്ളൂ. സാഹിത്യം എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, രാഹിത്യം എന്നുള്ള വാക്കിന് എതിർവാക്കാണ്. രാഹിത്യത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, നമ്മൾ പറയുന്നില്ല. അതിന്റെ എതിർവാക്കാണ് സാഹിത്യം. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചുള്ള അതിനെ കേന്ദ്രമാക്കിയിട്ടുള്ള സാംസ്കാരിക സ്ഥാനത്തെയാണ് നമ്മൾ സാഹിത്യം എന്ന് വിളിക്കുന്നത്. അത് ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച ഒറ്റ വാക്കുകളുടെ ദർശനമാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യ, നമ്മുടെ നാട്, ലോകത്തിന് സമ്മാനിച്ച ഒറ്റ വാക്കുകളുടെ ദർശനമാണ് സാഹിത്യം എന്ന വാക്ക്. അതൊരു വാക്ക് വേറെയില്ല. ലിറ്ററേച്ചറിന്റെ അടുത്തൊന്നും വരുന്ന ശക്തിയുള്ള വാക്കല്ല. അപ്പോ ഒരു കൃതിയിൽ പല കാര്യങ്ങൾ സഹിതമായിരിക്കും, പല അർത്ഥങ്ങൾ ഒരു കൃതിയിൽ സഹിതമായിരിക്കും. ഇതിന് മുഖ്യമായ ആശയത്തോട് പിണങ്ങുന്ന അർത്ഥങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീക്ക് വലിയ മൗലിക പദവി കൊടുക്കാൻ വേണ്ടി എഴുതപ്പെടുന്ന ഒരു കവിതയിലോ അല്ലെങ്കിൽ ചിത്രത്തിലോ സിനിമയിലോ അല്ലെങ്കിൽ നോവലിലോ ചെറുകഥയിലോ അതിന് വിരുദ്ധമായ ആശയങ്ങൾ എങ്ങനെയുണ്ട്? ആ ലോകം അതാണ്. ഒരു പൂർണ്ണ സ്ത്രീവാദ കൃതി ഉണ്ടാവില്ല, ഒരു പൂർണ്ണ പരിസ്ഥിതിവാദ കൃതി ഉണ്ടാവില്ല. ഒരു പരിസ്ഥിതിവാദ കൃതി ഒരുപക്ഷെ അത് അച്ചടിക്കുന്ന കടലാസ് തന്നെയും പരിസ്ഥിതി വിരുദ്ധമല്ല, അല്ലേ? അങ്ങനെ ആലോചിക്കാം. ഒരു കൃതി പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു കൃതി, ഒരു കവിത അച്ചടിക്കുന്ന കടലാസ് തന്നെ അല്ലെ പ്രകൃതി ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്നതല്ലേ? യാന്ത്രികവാദമായിരിക്കാം, പക്ഷെ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഒരു കൃതിക്ക് മുഖ്യമായി പറയുന്ന അർത്ഥത്തിന് എതിരായിട്ടുള്ള പല അംശങ്ങളും ഒരു കൃതിയിലുണ്ടോ? അതിലൊരു കുഴപ്പമില്ല. അങ്ങനെയാണ് ജീവിതം. ഞാൻ പറഞ്ഞു, ഒരു മൗലികമായ ശുദ്ധമായിട്ടുള്ള രൂപമില്ല, ശുദ്ധ മതമില്ല, ശുദ്ധ രാഷ്ട്രീയമില്ല, ശുദ്ധ പൗരുഷമില്ല. ഈ പുരുഷൻ ഇപ്പൊ ലിംഗപരമായിട്ട് പുരുഷനായിട്ട് ഒരാൾ തന്നെ സ്ത്രൈണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളുടെ ഒരുപാട് പൗരുഷത്തിന്റെ അംശങ്ങളുണ്ടാവും. അങ്ങനെയാണ് ലോകത്തിന്റെ ഭംഗി എന്നതാണ്. ഈ വൈവിധ്യമാണ് ലോകത്തിന്റെ ഭംഗി. അതാണ് സാഹിത്യം എന്നുള്ള വാക്കിന്റെയും അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. മുമ്പ് എന്താ ദൗർബല്യമായിട്ടാണ് പറയാം, ഇപ്പൊ നമ്മൾ ദൗർബല്യമായിട്ടല്ല പറയാം. ഒരു കൃതിയിൽ മറ്റംശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ കൃതിയുടെ യാഥാർത്ഥ്യത്തിന്റെ ഘടനയെ ആണ് കാണിക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ ആർഗ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ മറ്റൊക്കെ ഫാസിസാണ്, ബാക്കിയൊക്കെ മോശമാണെന്ന് പറയുന്നത് ഫാസിസാണ്. ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ ഈ പലമ എന്നുള്ള വാക്ക് ഞാൻ ധാരാളം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ പലമയാണ്, ഈ വൈവിധ്യമാണ്. അതാണ് ഒരു കൃതിയുടെ സ്വഭാവം. അല്ലാതെ ഒറ്റ ഒന്നല്ല. അത് പ്രത്യേകിച്ച് നോവൽ പോലുള്ള ഒരു പോളിഫോണിക് ആയിട്ടുള്ള ബഹുസ്വരമായിട്ടുള്ള കൃതിയിൽ പല വാക്കുകളുണ്ട്. ഈ ലോകത്തിന്റെ പതിപ്പാണ്. നോവൽ പോലത്തെ സംഗതി ലോകത്തിൽ പണ്ടുണ്ടായിട്ടില്ല. ലോകത്തിന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും അവതരിപ്പിക്കാൻ ശക്തിയുള്ള രൂപമാണ് നോവൽ. അപ്പൊ നോവലിലൊക്കെ ഒന്നിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആരുടെ നോവൽ നോക്കിയാലുണ്ടാവും. നമ്മൾ നോട്ടത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് അവഗണിക്കാൻ പാടില്ല. ഒരു നോവലിന്റെ ജൈവ സ്വഭാവം എന്ന് പറയുന്നതിന്, അതിന്റെ ഊർജ്ജം എന്ന് പറയുന്നതിനെ പല പിണങ്ങുന്നതുമായ വാക്കാണത്. പിണങ്ങുന്നതുമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുടെ നിലനിൽപ്പാണ് നോവലിന്റെ. പക്ഷെ എന്നിട്ട് മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് മലയാള നിരൂപണം ഇല്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിക്കും. എനിക്കെങ്ങനെയും അത് മനസ്സിലാവുന്നത്. വല്ലാതെ ഇത്രയും വൈവിധ്യമുള്ള പ്രവർത്തനം. ഇവർ രാഹുലിന് ഞാൻ ഒരേ പ്രായക്കാരാണ്, ഞങ്ങൾ ഒരേ കാലത്ത് എഴുതുന്നവരാണ്. പക്ഷെ എൻ്റെ എഴുത്തും രാഹുലിന്റെ എഴുത്തും ഒരു ബന്ധവുമില്ല. രണ്ടുപേരും അത്യാവശ്യം വായിക്കപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങള് കൂട്ടായിട്ട് പ്രവർത്തിച്ചായിട്ട് ഒരേ കാലത്ത് ജീവിച്ചാലായിട്ട് തോന്നും കൂടിയില്ല. അപ്പോൾ അങ്ങനെ അത്ര വലിയ വൈവിധ്യങ്ങൾ, ഒരുപാട് എഴുത്തുകൾ, പലതരത്തിലുള്ള എഴുത്തുകൾ. ഇപ്പോൾ പവിത്രനെ പോലെ, സുനിൽ പേരിയുടെ പോലെ, പേരിയുടെ പറഞ്ഞില്ല, ഒരുപാട് പേരുകളൊക്കെ വിശ്വാസം പറയാൻ പറ്റും. അവരൊക്കെ ഒന്ന് ജോലി ചെയ്ത ആൾക്കാരാണ്. ഒരേപോലെ ഒരേ കേരളത്തിൽ ഒരേ വായു ശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എഴുത്തിലൊക്കെ വ്യത്യാസം, പണ്ട് വ്യത്യാസം ഇത്ര വൈവിധ്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ നിരൂപണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞ വ്യക്തിപരമായ എഴുത്തുകാരെ പുകഴ്ത്തുന്നില്ല അല്ലെങ്കിൽ ഇകഴ്ത്തുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് മലയാളത്തിൽ നിരൂപണമില്ല എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ യുവ
ദൂഷണകളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം. ഇതാണ് ഈ ബുക്ക് സ്റ്റോൾ ഉടമകളും അങ്ങനെയുള്ള ബിസിനസ് താല്പര്യമുള്ള ആൾക്കാർ ഈ നോവലുകളൊക്കെ അനർഹമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതൊന്നും കുഴപ്പമില്ല, നോവൽ പ്രൊമോട്ട് ചെയ്യട്ടെ. പക്ഷെ അത് നിരൂപണത്തിന് ചെലവിലായിക്കൂടാതെ മാത്രം. നിരൂപണത്തിൽ കാര്യമായ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. മറ്റൊന്ന്, നിരൂപണത്തിന്റെ ഭാഷ കടുകെട്ടിയാണെന്നുള്ള വിചാരം അതും തെറ്റാണ്. നിരൂപണത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് നിരൂപണത്തിന്റെ ഭാഷ കടുകെട്ടിയൊന്നല്ല. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് അറിഞ്ഞൂടാ, പക്ഷെ രാഹുലിന് അറിയാം. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കടുകെട്ടിയാ, അദ്ദേഹത്തിന് കടുകെട്ടിയല്ല. അതൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മളത് താല്പര്യത്തോടെ ഇറങ്ങിയാൽ അതിൽ പ്രശ്നമില്ല. എല്ലാ നോവൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. എല്ലാ നോവൽ വായിച്ച് തലനടച്ച ആളുകളെ പിന്നെ ഞങ്ങളാണ് പറയുന്നത്. ചില നോവൽ വായിച്ചാൽ തല അരച്ചു പോകും. വളരെ ബുദ്ധിമുട്ടുള്ള നോവലുകൾ, എത്രയോ നോവലുകളുണ്ട്. സാധാരണ പറഞ്ഞാൽ ഏത് വാക്യം നമുക്ക് ശരിക്കും എളുപ്പമല്ല. ഒരു വാക്യം എത്ര ലളിതമായ വാക്യത്തിൽ വാക്യമില്ല. എല്ലാ ലളിതവാക്യങ്ങളിലും ഒരുപാട് സങ്കീർണതകളുണ്ടാവും. നമ്മൾ ആണെങ്കിലും കാണാത്തതുകൊണ്ടാണ്. എത്ര ലളിതമായ അമ്മ എനിക്ക് കാച്ചിയ പാൽ തരുന്നില്ല പഴയ വാക്യം ലളിതമല്ലേ. പക്ഷെ ഇന്ന് എത്ര അപകടകരമായിട്ടുള്ള വാക്യമാണ്, സങ്കീർണമായിട്ടുള്ള വാക്യമാണ് നമുക്ക് ഇന്ന് അറിയാം. അപ്പൊ നമ്മൾ സാമൂഹ്യ ബോധത്തോടു കൂടി ഭാഷാപരമായ ഉണർവോടുകൂടി നോക്കിയാൽ എല്ലാ വാക്യങ്ങളും എല്ലാ പ്രസ്താവനകളും സങ്കീർണമാണ്. ആ ഒരു സങ്കീർണത മാത്രമേ നിരൂപണത്തിലും ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എഴുത്തുകാരെ പ്രശംസിക്കുക അല്ലെങ്കിൽ താഴ്ത്തുക എന്നുള്ള നാടകം. ഞാൻ എം കൃഷ്ണനായരുടെ പേരെന്നെ പറയും. എം കൃഷ്ണനായർ മലയാളത്തിൽ വളരെ പോപ്പുലറായ നിരൂപകൻ. അദ്ദേഹം ഉണ്ടാക്കിയ കുഴപ്പമാണ്, അദ്ദേഹത്തിന് സാഹിത്യത്തിൽ ഒരു മൂല്യമില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് സ്ത്രീകളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ കുറച്ച് പെൺകുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ അതിവിടെ ആ വാക്യങ്ങളുടെ പറയുന്നില്ല. അദ്ദേഹം ആണ് ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെ, സ്റ്റണ്ട് സിനിമ പോലെ നിരൂപണത്തെ മാറ്റിയത്. അത് ഇന്നും ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വോയിംസ് വന്നപ്പോൾ തന്നെ വിൽപ്പന ഉണ്ടായി. അപ്പൊ അതാണ് ആളുകളെ അന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞുവിടാന്ന് പറയാം ഇല്ലേ. അത്ര ഞാനത് പറയാനാണ്, അത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്, അത് മണ്ണിൽ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതാണ് നിരൂപണത്തിന്റെ ഒരു രീതി എന്നുള്ള വിചാരം ശക്തമായിട്ടുണ്ട്. ആളുകളെ പ്രശംസിക്കുകയോ അതാണ് അല്ലെങ്കിൽ വല്ലാണ്ട് ഇടിച്ചു താഴ്ത്തുകയോ അതൊന്നും നല്ല നിരൂപണത്തിന്റെ രീതി. വേറെ ഞാൻ എൻ്റെ നിരൂപണത്തിൽ ഒറ്റ വാക്യം അവതരിപ്പിക്കാം. സാഹിത്യ കൃതികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചരിത്ര വിചാരമാണ്, ജീവിത വിചാരമാണ് നിരൂപണം. ഞാൻ ആ കോട്ട് ചെയ്യുന്നതല്ല, ഇത്രയും കാലം എഴുതിയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാനത് ഈ വാക്യം തന്നെ എഴുതിയിട്ടുണ്ടാവണമല്ല. ഇതാണ് ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. സാഹിത്യകൃതികളെ കൂടി ഉൾപ്പെടുത്തി, അത് മാത്രമല്ല സാഹിത്യകൃതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത വിചാരമാണ്, ചരിത്ര വിചാരമാണ് സാഹിത്യ നിരൂപണം. അതിനപ്പുറത്ത് എഴുത്തുകാരെ പ്രൊമോട്ട് ചെയ്യലോ ഒന്നുമല്ല. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇല്ല ഞാൻ കുറച്ച് വികാരപരമായിട്ട് തന്നെ പറയുന്നത്. അത് ഇല്ല എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ജീവിച്ചിരിക്കുന്നില്ല, നിങ്ങളും തൊട്ടു നോക്കൂ, ഞങ്ങളുടെ പ്രകടനങ്ങളല്ല. ഇവിടെ ഇരിക്കുന്ന 3 ആളുകൾ തൊട്ടു നോക്കാം, എനിക്ക് വിരോധമില്ല. ഞങ്ങളൊക്കെ കാലഘട്ടത്ത് കൂട്ടുന്നുണ്ട്, പ്രകടനങ്ങളല്ല. ഈ മലയാള സർവകലാശാല ഈ ടൈറ്റിൽ ഇട്ടതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള നിരൂപണം എന്ന ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ സത്യത്തിൽ ഞാനും മാഷ് ഒരുമിച്ചാണ് വന്നത് ട്രെയിനിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വേറെ തരത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയിരുന്നത് മലയാള നിരൂപണത്തിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു നിരൂപണ പദ്ധതി ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കിയത്. കാരണം മറ്റേത് മലയാള നിരൂപണം എന്ന ഒന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് തികച്ചും ബാലിശ്യമാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അത് തന്നെയാണ് ഇപ്പം രാജഗോപാൽ മാഷ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചർച്ച, അത്തരത്തിലുള്ള ഒരു ടൈറ്റില് എന്തായാലും യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കില്ല എന്നൊരു ധാരണയുടെ പുറത്ത് മലയാള നിരൂപണം എന്ന ഒന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ മലയാള നോവലുകൾ അല്ലെങ്കിൽ മലയാള സാഹിത്യകൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിരൂപണം ചെയ്യുമ്പോൾ അതിൻ്റെ മലയാളത്തിൻ്റെതായിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാളത്തിൻ്റെതായ ടൂൾസും വെച്ചിട്ടാണോ നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം സംസാരിച്ചത്. ഇപ്പോഴും എനിക്കത് ക്ലിയർ അല്ല. പക്ഷെ ഇപ്പൊ ഞാൻ രാജഗോപാൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് ടൈറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന നിലയ്ക്ക്. പക്ഷേ നിരൂപണം എന്നൊരു സാഹിത്യശാഖ മരിക്കുന്നു, അല്ലെങ്കിൽ നിരൂപകരെ കൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ നിരൂപകരുടെ മരണം, അല്ലെങ്കിൽ നിരൂപണത്തിന്റെ മരണം എന്നുള്ള ടൈറ്റിൽസ് ആണ് നമ്മൾ എപ്പോഴും ഈ ഇത്തരത്തിലുള്ള ചർച്ചാവേദികളിലെല്ലാം അതിൻ്റെ ഒരു പഞ്ച് ലൈൻ പോലെ, ഒരു ടൈറ്റിൽ പോലെ എപ്പോഴും കാണുന്നത്. നോവൽ മരിക്കുന്നുണ്ടോ, കവിത മരിക്കുന്നുണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. അതേസമയം നിരൂപണം എപ്പോഴും മരിക്കുന്നത് പോലെയാണ് എല്ലാവരും അതിനെ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം,
പുതിയ നോവലുകൾ വരുമ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നിരൂപണങ്ങൾ ഇപ്പം വായനക്കാരെല്ലാവരും നിരൂപകരാകുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആസ്വാദന കുറിപ്പുകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിരൂപണവും ആസ്വാദന കുറിപ്പുകളും അല്ലെങ്കിൽ ഇപ്പം ഒരു വിമർശനവും അല്ലെങ്കിൽ നിരൂപണവും ബുക്ക് റിവ്യൂവും തമ്മിലുള്ള ഒരു സട്ടലായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവാത്തതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പുതുതായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന എഴുത്തുകാർ അവരുടെ നോവലുകൾ വരുമ്പോൾ അവരെ അതിന് മലയാളത്തിലെ എല്ലാ നിരൂപകരും അതിനെക്കുറിച്ച് നിരൂപണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടാവാം. അത് ചില സമയങ്ങളിലെങ്കിലും അതൊരു അസ്വസ്ഥതയായി മാറുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ നിരൂപണങ്ങൾ പുതിയ കൃതികളെ കുറിച്ച് ഉണ്ടാവാത്തത് കൊണ്ടുകൂടിയാവാം നിരൂപണം ഇല്ലാതാവുന്നു എന്നൊരു വാദം ഉണ്ടാവാൻ കാരണമെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സാഹിത്യകൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ഉടനെ അതിന്റെ ഏറ്റവും തൊട്ടടുത്ത ദിവസം തന്നെ അതിനെക്കുറിച്ച് നമ്മൾ എഴുതണമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലബ്ധപ്രതിഷ്ഠനായ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നിരൂപകൻ അത് നിരൂപണം ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തികച്ചും ന്യായമായ ഒരു കാര്യമല്ല. കാരണം ആ പുസ്തകം ആളുകൾ വായിക്കുകയും പലതരത്തിലുള്ള അഭിപ്രായ രൂപീകരണങ്ങൾ ഉണ്ടാവുകയും ആ പുസ്തകത്തിന് മറ്റു പല ഡിസിപ്ലിനുകളുമായിട്ടും മറ്റു പല ജ്ഞാനശാഖകളുമായിട്ടും ആ പുസ്തകം എത്ര കണ്ട് സമരസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം ഒരു നിരൂപകൻ അല്ലെങ്കിൽ നിരൂപക ആ പുസ്തകത്തെ സമീപിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു സമയമുണ്ട്, അപ്പൊ അതിൻ്റെതായ ഒരു ബഫർ ടൈം ഉണ്ട്. അപ്പൊ അത് മാത്രമല്ല, അത് മികച്ചതല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നിരൂപണം എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ആണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ശരി തെറ്റ് അല്ലെങ്കിൽ കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ കണ്ടനം മണ്ഡനം എന്നുള്ള രീതിയിൽ ഒരു കൃതി നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു ജോലി അല്ല നിരൂപകേണ്ടത്. ആ പുസ്തകം ഒരു പ്രത്യേകത ഒരു സാഹിത്യ പുസ്തകം, ഒരു സാഹിത്യകൃതി, സർഗാത്മക കൃതി വരികയാണെങ്കിൽ ആ പുസ്തകത്തിന് മലയാള ഭാഷയിലും മലയാള സമൂഹത്തിലും കേരള സമൂഹത്തിലും ഉണ്ടാകുന്ന അതുണ്ടാക്കുന്ന ചലനങ്ങളും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതിനെ നമ്മളിപ്പോ സാഹിത്യ സിദ്ധാന്തങ്ങളെ മാത്രം ഉപജീവിച്ചുകൊണ്ട് അതിനെ സമീപിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ അത് മാത്രമല്ല, അതിനെ മറ്റു പല സോഷ്യൽ സയൻസസുമായിട്ടും അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടും അല്ലെങ്കിൽ എന്തിനറിയാം ഇപ്പം മാഷയുടെ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞു. ഹിസ്റ്ററിക്ക് പറഞ്ഞ അതിന്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും അതിന്റെ ആർക്കിയോളജിക്കൽ പ്രത്യേകതകളും അങ്ങനെ ഒട്ടനവധി ജ്ഞാനശാഖകളുമായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പുസ്തകം ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കടമയാണ് നിരൂപകരുടേത്. അപ്പൊ അതൊരു ഒട്ടും ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രോസസ് അല്ല, അത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രോസസ്സാണ്. അതിന് സഹായമാകുന്ന വിധത്തിൽ മൂലകൃതിക്ക് സംഭാവന ചെയ്യാൻ ഉണ്ടോ എന്നതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരവെങ്കിൽ അതിൻ്റെതായ ടൂൾസ് വെച്ചിട്ട് അതിൻ്റെതായ ഉപാധികൾ വെച്ചിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ നിർദ്ധാരണം ചെയ്യുന്നത് എന്നുള്ളൊരു നിരൂപണ പദ്ധതി ആവിഷ്കരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം. നമുക്കിപ്പോ അത് ഏത് പ്രോസസ്സിലും, ഇപ്പൊ സാഹിത്യവുമായി ബന്ധപ്പെട്ട എഴുത്തുമായി ബന്ധപ്പെട്ട ഏത് പ്രോസസ്സിലും ഇങ്ങനത്തെ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നതാണ് ഞാൻ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ കല്യാണി ദാക്ഷായണി എന്ന് പറഞ്ഞൊരു നോവൽ ഡയലക്സുകളുടെ നോവലാണ്. ആ നോവൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ മലയാളത്തിന്റെ ഇപ്പൊ അതിന്റെ ഭാഷ ഇപ്പൊ നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലെ ഭാഷ മുഴുവനായിട്ടും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചില പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് തന്നെ സംശയം ഉണ്ടാകും. ഇപ്പം കോപ്പുകാരൻ, ആണിക്കാരൻ എന്നൊക്കെ പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ, അപ്പൊ അതിനകത്തൊരു പദസൂചി ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഒരു ട്രാൻസ്ലേറ്റർ എന്ന നിലയ്ക്ക് ഒരു ട്രാൻസ്ലേറ്റർ ആ പുസ്തകത്തെ സമീപിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഈ ഡയലക്റ്റിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ സാധാരണ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഭാഷയിലാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു ക്രമം രൂപീകരിക്കണോ എന്നുള്ളത് വെല്ലുവിളിയായിരിക്കും ആ ട്രാൻസ്ലേറ്റർക്കുള്ളത്. അപ്പോൾ അതൊരു ട്രാൻസ്ലേഷന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിരൂപകൻ ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണ്. അപ്പൊ ഓരോ കൃതിക്കും അതിന് അനുയോജ്യമായ വിധത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമികമായ പാഠം. അപ്പം ആ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം മാത്രമേ ആ നിരൂപണം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ
അതിനെ അയാളെ സഹായിക്കുന്നത് ഇതുവരെ തുടർന്ന് വന്നിട്ടുള്ള നാളിതുവരെ തുടർന്ന് വന്നിട്ടുള്ള ആത്മീയതയുടെ കാലത്ത് നിരൂപണത്തിന് ശേഷം നമ്മളിപ്പോൾ ഉത്തരാധികാര നിരൂപണത്തിനും അതെല്ലാം അതും കഴിഞ്ഞ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറും കഴിഞ്ഞ് നമ്മളിപ്പോൾ പോസ്റ്റ് ഫിക്ഷൻ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ വിദേശ സാഹിത്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ പോലും വേണ്ടാതെ നമുക്ക് നോവൽ എഴുതാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ റേച്ചൽ കസ്കിനെ പോലത്തെയൊക്കെയുള്ള നോവലിസ്റ്റുകളുടെ ഒരു തിയറി അതാണ്. അപ്പം അവർക്ക് പറയുന്നത് ക്യാരക്ടർ ആവശ്യമില്ല. അങ്ങനെ ക്യാരക്ടർ ആവശ്യമില്ല, കഥാപാത്ര നിർമ്മിതി ആവശ്യമില്ല, കഥാസന്ദർഭങ്ങൾ ഉരുത്തിരിയേണ്ട ആവശ്യമില്ല. അപ്പൊ അതായത് നോൺ ഫിക്ഷനെ പോലും നമുക്ക് ഇപ്പം ഫിക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന പല കൃതികളും ഇപ്പം ജർമ്മൻ റൈറ്ററായ W. സബാൾഡിന്റെ ഒക്കെ കൃതികളിലെല്ലാം ഈ ഒരു നോൺ ഫിക്ഷൻ ചായമാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഇത് നമുക്ക് ഒട്ടും അപരിചിതമല്ല ഈ കാര്യങ്ങൾ. ഇപ്പം ആനന്ദിന്റെ രചനകളിലെല്ലാം കാണുന്നതെല്ലാം ഇതേ സമീപനമാണ്. അത് നമുക്ക് ഒരേ സമയം തന്നെ ഒരു ഉപന്യാസമാ ഒരു നോൺ ഫിക്ഷനായിട്ട് ഒരു പ്രബന്ധമായിട്ടും അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമായിട്ടും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഡിസ്കഷനായിട്ടും എല്ലാം നമുക്ക് വായിക്കപ്പെടാൻ പറ്റും. അപ്പം അതിന്റെ അർത്ഥം ആദ്യം മധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥ ആദ്യം തുടക്കത്തിൽ നിന്ന് അവസാനം വരെ ക്രമപ്രവൃത്തമായി വളരുന്ന ഒരു കഥയല്ല നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പം നമ്മൾ അന്വേഷിക്കുന്നത് മറ്റു പല കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്ക് പ്രോസിന്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് കാലം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. എത്രയോ വർഷങ്ങളായി പോസ്റ്റ് മോഡേണിസം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് അതിനെ നമുക്ക് വ്യവച്ഛേദിക്കാൻ പറ്റും എന്ന് ഉള്ള വിശ്വാസം എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സാഹിത്യ സിദ്ധാന്തങ്ങളെ മാത്രം റെഫർ ചെയ്യുകയും ഇപ്പൊ നമ്മൾ ഗവേഷണ പ്രബന്ധങ്ങൾ കാണുന്ന പോലെ സാഹിത്യ സിദ്ധാന്തങ്ങളെ മാത്രം ഉപജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാത്രം കോഴ്സ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രം ഉപജീവിച്ചുകൊണ്ട് നമുക്ക് ഒരു നിരൂപണം ചെയ്യാൻ ഇനിയുള്ള കാലത്ത് സാധ്യമായിരിക്കില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിശാസ്ത്രങ്ങൾ നമ്മുടേതായ അനുഭവ പരിസരങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് നമ്മുടെ ഭാഷയിൽ നിന്ന് വേർതിട്ടുകൊണ്ട് ഭാഷയുടെ ചരിത്രപരമായ വികാസവും എല്ലാം വേറിട്ടുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ ഇപ്പം നമുക്കിപ്പം ഉദാഹരണത്തിന് ഫ്രാൻസിസ് ടിക്കോരെ നമുക്ക് പ്രോബബിലിറ്റി തിയറി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രാൻസിസ് ടിക്കോരെ എങ്ങനെയാണ് പഠിക്കുന്നത് നമുക്ക് പി കെ രാജശേഖരന്റെ ഫ്രാൻസിസ് ടിക്കോരെ കുറിച്ചിട്ടുള്ള പഠനം 30 പേജുള്ള ഒരു പഠനമുണ്ട്. ആ 30 പേജുള്ള പഠനം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഫ്രാൻസിസ് ടിക്കോരെയും പൂർണ്ണമായിട്ടും കേരളീയ ബന്ധമുള്ള ഒരു വിദേശത്തൊക്കെ വികസിക്കുന്ന ഒരു നോവലാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ കാണാതെ പോയ കാര്യങ്ങൾ ഇപ്പൊ സയൻസിൻ്റെതായാലും അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ആയാലും എഞ്ചിനീയറിംഗിന്റെ ആയാലും പല കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നോവലുകൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനെ സമീപിക്കാനും അതിനെ മറ്റൊരു രീതിയിൽ റീഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാനും ഇങ്ങനെ ഒരു വായന അതിന് സാധ്യമാണ് എന്ന് തെളിയിക്കാനും നിരൂപണത്തിന് കഴിയും. അപ്പൊ അത്തരത്തിലുള്ള നിരൂപണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഇത് വായിക്കാം. ഇപ്പൊ നമുക്കിപ്പം NS മാധവന്റെ കഥകൾ എടുക്കാം, NS മാധവന്റെ ഹിഗ്വിറ്റ് പോലത്തെ ഏത് കഥകൾ എടുക്കാം, ചൂത് എന്ന് പറഞ്ഞ കഥ എടുക്കാം. NS മാധവന്റെ കഥകൾ നമ്മൾ വായിക്കുന്ന NS മാധവൻ പുതുതായിട്ട് അതുവരെ സാധ്യമല്ലാത്ത രീതിയിൽ പുതിയൊരു ഭാവുകത്വം കഥാപ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് NS മാധവനെ സമീപിക്കുമ്പോൾ തന്നെ NS മാധവന്റെ കഥകൾ നമുക്ക് വേറെ തരത്തിലുള്ള സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ NS മാധവന്റെ കഥകളിലെല്ലാം കയോസ് എന്ന അല്ലെങ്കിൽ ഈ ക്രമമില്ലായ്മ എന്നുള്ളൊരു സങ്കല്പം വളരെയധികം കഥകളിലെല്ലാം പ്രവർത്തിച്ചിരുന്നു എന്ന് കാണാം. ഇപ്പൊ ചൂതിലായാലും ഹിഗ്വിറ്റയിലായാലും കാണിയിലായാലും എല്ലാത്തിനകത്തും ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ ഒരു കഥ മുന്നോട്ട് പോകുന്നു. കഥ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കഥയിൽ ഒരു സംഭവം നടക്കുന്നതോടെ കഥാപരിസരം പൂർണ്ണമായിട്ടും കയോസിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്, കയോട്ടിക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കയോസ് അവിടെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് സാഹിത്യ സിദ്ധാന്തം വെച്ചിട്ട് നമുക്ക് ഫൂക്കോയും ദരിദ്രയും വെച്ചിട്ട് ആ കയോസിനെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമെങ്കിൽ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ റൂൾസ് വരെ തെർമോഡൈനാമിക്സിന്റെ തിയറീസ് വരെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൃതിയെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന് സാഹിത്യമായിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ മാഷോട് പറഞ്ഞത് തന്നെയാണ്
ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അതിനെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സാഹിത്യ സിദ്ധാന്തമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ സമീപിക്കാൻ പറ്റില്ല. അതിന്റെ പലവിധ സാധ്യതകൾ, അതിന്റെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള പലവിധ സാധ്യതകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെ വളരെ യോജിക്കുന്ന ഭാഷയിലും യോജിക്കുന്ന തരത്തിലും പുനരവതരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഒരു നിരൂപകന്റെ ധർമ്മം. നിരൂപകരുടെ രാജ്യഭാരം എന്നൊക്കെ ഉള്ള ഒരു പഴയ കോൺസെപ്റ്റ് ഒക്കെ മാറി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയല്ല അത് പറയുന്നത്. അപ്പോൾ അതിന് ക്രിയേറ്റീവായിട്ട് നമ്മളപ്പം ഈ കഥ എഴുതുന്ന പോലെ അല്ലെങ്കിൽ നോവൽ എഴുതുന്ന പോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള വേറൊരു പദ്ധതി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഇപ്പം നമ്മളൊരു കൃതിയാണ്, നമ്മൾ ഒരു കൃതി വേണം, ഒരു ചുമര് വേണം ചിത്രം വരയ്ക്കാൻ എന്ന പോലെ തന്നെ ആണെങ്കിലും അതിന് വേറെ തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റോട് കൂടി നമ്മൾ അതിനെ മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയാണ് നിരൂപണം ഇല്ലാതാവുന്നത്, നിരൂപണത്തിന്റെ പ്രസക്തി എങ്ങനെയാണ് ഇല്ലാതാവുന്നത്, അപ്പം നിരൂപകർ എങ്ങനെയാണ് ഇല്ലാതാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യം നമ്മൾ റദ്ദ് ചെയ്യപ്പെടേണ്ട ചോദ്യം തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിപ്പം ഇങ്ങനെയല്ല, ഈ ചോദ്യം ഇങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മലയാള നിരൂപണം എന്നൊന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദ്ദേശിച്ചത് ഇവിടുത്തെ സംഘാടക കമ്മിറ്റി അല്ലെങ്കിൽ ചോദ്യം ആരാണ് തെരഞ്ഞെടുത്ത അവർ ഉദ്ദേശിച്ചത് മലയാളത്തിന് മാത്രമായിട്ടുള്ള പദ്ധതികൾ, മലയാളത്തിന് മാത്രമായിട്ടുള്ള നിരൂപണ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭാഷയിൽ മാത്രം, നമ്മൾ ഇന്ത്യൻ ഭാഷയിലും മലയാളത്തിലും സംസ്കൃതത്തിലും മാത്രമായിട്ടുള്ള പാഠ്യപദ്ധതികളാണോ നമ്മൾ, അല്ലെങ്കിൽ നിരൂപണ പദ്ധതികളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്? അതിനും എൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ എൻ്റെ ഒരു സമീപനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം മലയാളം എന്ന് പറയുന്നത്, മലയാള ഭാഷ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏത് ഭാഷയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലോക സാഹിത്യം എന്ന നിലയ്ക്കാണ് നമ്മൾ സാഹിത്യം നോക്കിക്കാണുന്നത്. അതിന് പല കള്ളികളായിട്ട് മാറ്റിമറിച്ചുകൊണ്ട് ഇത് റിസർവ് ചെയ്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പം ലോക സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോക സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പ്രാദേശിക സാഹിത്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സൂപ്പർ സെറ്റാണ് ലോക സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനകത്ത് പല ഭാഷകളുണ്ട്. അപ്പോൾ പല ഭാഷകളിലെ പ്രധാനപ്പെട്ട കൃതികൾ, നല്ല കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്, പല ഭാഷകളും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലോക സാഹിത്യത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു കൃതിയെ നമുക്ക് കേവലം ഒരു ഭാഷ, മലയാളത്തിൽ മാത്രം ഉണ്ടായ ഒരു ഭാഷാ പദ്ധതി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഏത് ഭാഷയിലായാലും അത് സാധിക്കില്ല. നമുക്കിപ്പം ഇപ്പൊ അന്തസന്നിവേശം എന്നുള്ള ഒറ്റ സംഭവം കൊണ്ട് ഒരു കഥയെ നമുക്ക് ചെയ്യണം പറ്റുന്നില്ല. ഇപ്പൊ അതിനെപ്പറ്റി ഒരു കഥ, 1-2 കഥ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു ബൃഹത് നോവലാവുമ്പോഴും അതിന് പല സാധ്യതകളെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടെത്തിക്കണം അതിലേക്ക്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു തുടക്കകാലത്ത് നമുക്ക് സൈബർ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സൈബർ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു കഥയിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സൈബർ കഥയാക്കും. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേ ഉണ്ടെങ്കിൽ അതിനെ സൈബർ കഥയാക്കും. ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈബർ കഥയാവും. പക്ഷെ സൈബർ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൈബർ പങ്ക് നോവൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൈബർ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാധ്യതയും അതിന്റെ വിപുലീകരണമൊക്കെ ഇത് ഇവിടെയൊന്നുമല്ല നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് ഇപ്പം സൈബോർഗ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഭാഷയിലും നമ്മുടെ കഥകളിലും എല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെയെല്ലാം ന്യൂനീകരിച്ചു കൊണ്ട് അതിനെ വെറും സൈബർ കഥ എന്ന് മാത്രമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സൈബർ പരിസരത്തെ ഇപ്പം നമ്മളിപ്പോൾ തെരഞ്ഞെടുത്ത സൈബർ കഥകൾ എന്ന് പറഞ്ഞ ഒരുപാട് പേര് നമുക്ക് കഥകളുടെ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ എന്തുമാത്രമാണ് ഈ സൈബർ, നമ്മൾ എന്താണ് ഇപ്പൊ ന്യൂറോമാൻസർ പോലത്തെ കൃതികൾ, അല്ലെങ്കിൽ ഇത്തരം കൃതികളുടെ സാധ്യത, ഡോണ ഹാരാവേ പോലത്തെ പണ്ഡിതരുടെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മളിത് ഇങ്ങനത്തെ അവലോകനം നടത്തുന്നത് എന്നുള്ളത് ചോദ്യമുണ്ട്. ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം നമ്മുടെ നോവൽ സാഹിത്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വാക്കാണ്, ലോകമൊട്ടാകെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വാക്കാണ് ഓട്ടോ ഫിക്ഷൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓട്ടോ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. ഓട്ടോ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഓട്ടോ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് നിങ്ങളും ഹരീഷിന്റെ ജീവിതവും എല്ലാം സാംസയിൽ ഒരു 70% അല്ലെങ്കിൽ നമുക്ക് 75% കൂടി കടന്നു വന്നേക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് എല്ലാ തവണയും എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ ഇതിന് ഒരു മറുഭാഗം എന്ന നിലയ്ക്ക് ഇപ്പം നോവൽ സമ്മാനം ലഭിച്ച ടർക്കിയിലെ നോവലിസ്റ്റായ ഓറാൻ പാമുക്കിന്റെ സ്നോ എന്ന നോവലിലെ കെ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ഒരു സ്ഥലത്ത് പോയിട്ട് സ്ത്രീകളെല്ലാം ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണ്. അപ്പം അതിനുശേഷം പാമുക്കിനോട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, ഈ എഴുത്തുകാരൻ തന്നെയാണോ ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടർ? അപ്പൊ അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അത് 2 സാധ്യതകൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഓട്ടോ ഫിക്ഷനെ നമുക്കിപ്പോൾ ഇതിനെ ഓട്ടോ ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ഓട്ടോ ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ശാഖ, പുതിയതല്ല, നേരത്തെ ഉള്ളൊരു ശാഖ, 70 ശാഖ തന്നെയാണ്. ആ ശാഖയിലെ നോവലുകളെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തെല്ലാമായിട്ടാണ് നമ്മൾ ബന്ധിപ്പിക്കേണ്ടത്?
അപ്പോൾ ഓട്ടോ ഫിക്ഷനെ നമ്മൾ മെമ്മറിയുമായിട്ട് ഓർമ്മയുമായിട്ടാണ് അതിനെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഈടുവെപ്പായിട്ടാണ് നമ്മൾ ഓട്ടോ ഫിക്ഷനെ കാണുന്നത്. അപ്പോൾ കൾച്ചറൽ മെമ്മറിയുടെ ഭാഗമായിട്ട് ഓട്ടോ ഫിക്ഷൻ മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ പല ശാഖകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ഗിവ് ആൻഡ് ടേക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ രീതികൾ, പുതിയ കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാക്തനമായ സിദ്ധാന്തങ്ങൾ വെച്ചിട്ടൊന്നും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റൊരു തരത്തിൽ വേറെ തരത്തിൽ പുതിയ രീതികളെ നമ്മൾ സാമൂഹികമായിട്ട് നമ്മൾ ആർജിക്കുകയാണ് ചെയ്യുന്നത്. സാഹിത്യ സിദ്ധാന്തങ്ങളല്ല, സാമൂഹികമായിട്ട് പുതിയ ആവിഷ്കരണ രീതികൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ഇപ്പം കുടിയേറ്റം നമ്മൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്ന മറ്റു വാക്കാണ് കുടിയേറ്റം. അപ്പൊ കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താണ് നമുക്ക് ലാഞ്ചിയിൽ കയറി ഗൾഫ് നാടുകളിൽ എത്തിയ ഒരു വലിയ ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പ്രവാസ സാഹിത്യം എന്ന് പറയും, ഡയസ്പോറ എന്ന് പറയും. ഡയസ്പോറ സാഹിത്യം എന്ന് പറയും, ഡയസ്പോറയെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ഡയസ്പോറ എന്ന് പറഞ്ഞ സാഹിത്യത്തിന്റെ ഡയസ്പോറ എന്ന് പറഞ്ഞ ഒരു സാമൂഹിക പദത്തിന്റെ കാലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു പോസ്റ്റ് മൈഗ്രന്റ് സൊസൈറ്റിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ കുടിയേറ്റക്കാരുടെ അടുത്തതിന്റെ 2-3 തലമുറ, സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ വരെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ഒരിക്കലും കുടിയേറ്റം എന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരല്ല. അവര് എവിടെയും കുടിയേറിയിട്ടില്ല. അവർ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ പൂർവികരോ കുടിയേറി വന്നവരായിരിക്കാം. അവരെ കുടിയേറ്റ പുതിയൊരു രാജ്യത്തെത്തി അവരവിടുത്തെ കുടിയേറ്റ ജീവിതത്തിൽ അതേ പുതിയ രാജ്യത്തിലെ പൗരന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെങ്ങനെയാണ് ആ രാജ്യത്തെ ലോകം നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് അച്ഛനമ്മമാരുടെ മാതൃരാജ്യത്തെ നോക്കിക്കാണുന്നത്, അവരുടെ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസം എന്താണ്. ഇപ്പൊ ട്രംപിന്റെ കാലത്ത് അമേരിക്കയിൽ വളരെ നേരത്തെ അമേരിക്കയിൽ പോയി. ഇപ്പൊ ട്രംപിന്റെ കാലത്ത് അവിടെ ജനിച്ചു വളർന്ന, ട്രംപിന്റെ കാലത്തല്ല നേരത്തെ തന്നെ അവിടെ ജനിച്ചു വളർന്ന, ഇപ്പൊ ട്രംപ് ഭരിക്കുന്ന കാലത്ത് കുടിയേറ്റത്തിനെതിരെ ട്രംപ് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ, ഈ 2-3 തലമുറയിലെ കുട്ടികൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ പുതിയ തീരുമാനങ്ങളോടും പുതിയ നയങ്ങളോടും എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം ഇതിലേക്ക് വരികയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഒരു പ്രവാസ അനുഭവം നോക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴും ഡയസ്പോറ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ശാഖയുണ്ട്. പഴയ സാഹിത്യ സിദ്ധാന്തങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇതിനെല്ലാം നോക്കിക്കാണണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ കൃതികളെ സമീപിക്കും. ഞാൻ പറഞ്ഞു തന്നതിന്റെ ബോട്ടം പോയിന്റ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കൃതിയെ സമീപിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സാഹിത്യം മാത്രമല്ല, പല രീതിയിലുള്ള നമ്മൾ ചിന്തിക്കാത്ത പല വ്യവഹാര കേന്ദ്രങ്ങളുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവയെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നിരൂപണ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലയാള ഭാഷയ്ക്കുള്ള നിരൂപണം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ലോകത്തെ ഒരു യൂണിവേഴ്സൽ സംഭവമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് നിരൂപണം ചെയ്യണമെന്ന് തോന്നുന്നു. എന്തായാലും ഈ 2 പോയിന്റിലും മലയാള നിരൂപണം എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. മലയാള സർവകലാശാല ഇത്തരൊരു വിഷയം ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തതിൽ വലിയ അനൗചിത്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. കാരണം വലിയ തോതിൽ ഈ വിഷയം പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതിനർത്ഥം നിരൂപകരില്ലാതായി അല്ലെങ്കിൽ നിരൂപണമില്ലാതായി എന്നുള്ളതുകൊണ്ടല്ല. നിരൂപകരുണ്ട്, നിരൂപണമുണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഒരു സാഹിത്യോത്സവത്തിൽ അത്തരം ഒരു ചർച്ച അത് നിരൂപണം ഉണ്ട് എന്ന് സ്ഥാപിക്കാനല്ല, മറിച്ച് നിരൂപണം എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ള വാദം വരുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിരൂപണം നേരത്തെ തുടക്കത്തിൽ തന്നെ രാധാകൃഷ്ണ മാഷ് സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു പൊതുമണ്ഡലമൊക്കെ രൂപപ്പെട്ട് വന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ നിരൂപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്നതെങ്കിലും സത്യത്തിൽ നിരൂപണത്തിന്റെ ഒരു ആദ്യകാലം മുതൽ തന്നെ നിരൂപകന്റെ ഒരു പ്രാമാണികത, നിരൂപകന്റെ ഒരു ആധികാരികത എന്ന ഒരു അധികാര സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നിരൂപകൻ പ്രവർത്തിക്കുന്ന ഒരു മട്ട് നിരൂപണത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള പ്രാമാണികതകൾ നമ്മുടെ ആദ്യകാല നിരൂപകരിലൊക്കെ. ഇപ്പോൾ AR രാജരാജവർമ്മയോ കല്ലർ മൊലി തമ്പുരാനോ ഒക്കെ തമ്പുരാൻ എന്ന് പറയുന്ന അവരുടെ ഒരു സാമൂഹിക നില കൂടി അവരുടെ നിരൂപണത്തിന് ഞാൻ പറയുന്ന അവരുടെ നിരൂപണം അതിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ നിരൂപണത്തിന് അല്ലെങ്കിൽ നിരൂപകൻ എന്നുള്ള അവരുടെ വ്യക്തിത്വത്തിന് ഒരു ശോഭ പകരുന്നതിൽ ഈ അവരുടെ സാമൂഹിക നില കൂടി പങ്കുവഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ ആശാന്റെ നളിനിക്ക് ഉള്ള നിരൂപണം എങ്ങനെയാണ് അതൊരു നമ്മുടെ സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തീരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന രാജകുടുംബം എന്ന് പറയുന്ന പ്രാമാണികത അത്ര ചെറുതല്ല എന്നുള്ളതാണ്.
അതല്ലെങ്കിൽ പിന്നീട് പാണ്ഡിത്യം, വലിയ പണ്ഡിതന്മാരായിട്ടുള്ള പിന്നെ ആളുകൾ, സാഹിത്യ പഞ്ചാനെ പോലുള്ള പാണ്ഡിത്യം കൊണ്ടുള്ള പ്രാമാണികത, അതുപോലെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള പിന്നെ ഏതെങ്കിലും ഒരു കാനൺ തീരുമാനിക്കാനുള്ള, കാനണൈസേഷനുള്ള ഒരു അധികാര സ്ഥാപനമായിട്ട് നിരൂപകൻ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതി. ഒരുപക്ഷെ ഇത് നിരൂപണം എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖ എന്നുള്ള രീതിയിൽ അത് വലിയ തോതിൽ എനിക്ക് തോന്നുന്നത് ഒരു സർഗാത്മക സാഹിത്യത്തിന്റെ ഒക്കെ ഭാഗം എന്നുള്ള രീതിയിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് KP അപ്പനിൽ തന്നെയാണെന്നാണ്, അല്ലെങ്കിൽ KP അപ്പൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു ആധുനിക വിമർശകരുടെ ഒരു തലമുറ വരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നും നിരൂപണം ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു ധ്വനി അതും കൂടിയായിരിക്കും. കാരണം അത്തരം നിരൂപകരില്ലാതായി എന്നുള്ള, അല്ലെങ്കിൽ അത്തരം നിരൂപണങ്ങൾ ഇല്ലാതായി എന്നുള്ള ഒരു ധ്വനി കൂടി ആയിരിക്കണം എന്നാണ് ഞാനത് വിചാരിക്കുന്നത്. ഇപ്പോൾ ആധുനികതയുടെ കാലത്തുണ്ടായ ഒരു ആധുനിക നിരൂപണത്തിന് സഹജമായിട്ടുള്ള ഒരു കർത്തൃത്വ ആളത്വം ഉണ്ടല്ലോ. ഒരു അപ്പൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, നിരൂപണം പുരുഷ പ്രകൃതിയുടെ കലയാണെന്നാണ് പറയുക. പുരുഷ പ്രകൃതിയുടെ കലയാണ്, കൃതിയെ കീഴടക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിരൂപണം എന്ന് ഒക്കെ അപ്പൻ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പനോ അല്ലെങ്കിൽ വീരാജകൃഷ്ണനോ ഒക്കെ എഴുതുന്ന സമയത്ത് അപ്പനൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പിന്നെ ആന്തരിക പ്രത്യക്ഷം എന്നുള്ള വാക്ക്, ഇൻറ്റ്യൂഷൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. എന്ന് വെച്ചാൽ ഒരു നിരൂപകൻ തൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇൻറ്റ്യൂഷൻ കൊണ്ട് ഒരു കൃതിയെ വായിച്ചെടുക്കുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ, അങ്ങനെയാണ് ഒരു താൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. താൻ അതിനുള്ള പിന്നെ വ്യക്തിപരമായി അതിനുള്ള ശേഷിയുള്ള ആളാണ്. അത് ആ രീതിയിലുള്ള ഒരു കർത്തൃത്വ ആളത്വം ഈ പറയുന്ന ആധുനികതാവാദ നിരൂപകർക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൻ്റെ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷത്തിന്റെ തുടക്കത്തിൽ ആമുഖവാക്യമായിട്ട് അപ്പൻ കൊടുക്കുന്നത് ഈ നീട്ഷയുടെ ഒരു വരിയാണ്. ഹി വാസ് അലോൺ എന്ന് തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. അപ്പോ പിന്നെ ആ വാക്യം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അന്നത്തെ നിരൂപണത്തിന്റെ ഒരു ധ്വനി കൂടി അതിനകത്തുണ്ട്. ഒറ്റയ്ക്ക് നടക്കുന്ന, നമ്മൾ ഈ പറയുന്ന പിന്നെ നീട്ഷയുടെയോ ഷോപ്പനോവറിന്റെയോ ഒക്കെ ഒരു തത്വചിന്താപരമായ ഒരു കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയിട്ട് അന്നത്തെ സാഹിത്യത്തിന് ഞങ്ങൾ തീർക്കുന്ന ഒരു പാഠം എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ പിന്നെ കർത്തൃബോധം ഈ ആ കാലത്തെ നിരൂപണത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സത്യത്തിൽ അന്നത്തെ ഇപ്പോ ഈ ആധുനിക നിരൂപകരുടെ ഒരു തലമുറ യഥാർത്ഥത്തിൽ അന്നത്തെ ആധുനികതാവാദ സാഹിത്യത്തോട്, ആ സാഹിത്യത്തെ മുൻനിർത്തിയിട്ട് അവര് ചെയ്തു വെച്ച ഒരു പണിയുണ്ടല്ലോ. ആ പണിയാണ് യഥാർത്ഥത്തിൽ നിരൂപണത്തെ ഒരു സർഗാത്മക കൃതി എന്നുള്ള രീതിയിലൊക്കെ പിന്നെ വലിയ തോതിൽ സർഗാത്മക സാഹിത്യം എന്നുള്ള ഒരു പദവിയിലേക്കൊക്കെ നിരൂപണത്തിനെ കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണി അവർ ചെയ്തു വെച്ച് തന്നെയാണ്. അതിനകത്ത് ഇപ്പോ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ യഥാർത്ഥത്തിൽ മലയാളത്തിലെ ആധുനികതാവാദ സാഹിത്യത്തിനകത്തുണ്ടായിരുന്ന നിഷേധാത്മകതയൊക്കെ വലിയ തോതിൽ പൊലിപ്പിച്ചെടുത്തത്, വലിയ തോതിൽ അതിന് ദാർശനിക മാനങ്ങൾ നൽകിയതൊക്കെ ഈ പറയുന്ന ആധുനികതാ പ്രകൃതിയാണ്. തീരദേശമോ മലയോര ജനതകളുടെ മലയോര പ്രദേശങ്ങളോ ഒന്നും പലപ്പോഴും നമ്മുടെ സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഹൈറേഞ്ച് ഒക്കെ നമ്മുടെ കവിതയിലേക്ക് വരാൻ തുടങ്ങിയതൊക്കെ ഈ പറയുന്ന സമീപകാലത്താണ്. സ്ഥലത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പരിഗണനകൾ മാറി തുടങ്ങിയപ്പോഴാണ്, അത്തരം ചർച്ചകളും അത്തരം ആലോചനകളൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ സാഹിത്യത്തിനകത്തേക്ക് അതൊക്കെ വരാൻ തുടങ്ങിയത്. ഈ ഏറ്റക്കുത്തനെയുള്ള പിന്നെ തട്ടതട്ടായി തിരിച്ച ഭൂമിയും കുത്തിയൊലിച്ചു വരുന്ന തോടുകളും ഒക്കെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ട തോടുകളൊക്കെ പാടത്തിന്റെ കരയിലൂടെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ തോടുകളായിരുന്നു, കൈത്തോടുകളായിരുന്നു. അതാണ് നമ്മൾ വൈലോപ്പിള്ളിയുടെ കവിതയിൽ കണ്ടിട്ടുള്ളത്, പി കുഞ്ഞിരാമനാഥന്റെ കവിതയിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ MP മനോജിന്റെയോ പിന്നെ ജോസഫിന്റെയോ ഒക്കെ കവിതകളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഒരു കൾച്ചറൽ ജിയോഗ്രഫി നമ്മൾ കാണുകയാണ്. ഇപ്പോ പിന്നെ മലയാളത്തിലെ പുതിയ നിരൂപണത്തിൽ അത്തരം ആലോചനകൾ വരുന്നു, അത്തരം ആലോചനകൾ വികസിക്കുന്നു. രാഹുലിന്റെ തന്നെ ഉയർഭൂപടങ്ങൾ എന്ന് പറയുന്ന ഫിക്ഷനെ, ഈ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളെ മുൻനിർത്തിയിട്ട് ഫിക്ഷനെ, മലയാളത്തിലെ ഫിക്ഷനെ സമീപിക്കുന്ന മികച്ച ലേഖനമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആലോചനകൾ ഉണ്ടാവുന്നു. അതാ ഞാൻ പറഞ്ഞത്, തിയറി രാഷ്ട്രീയ പ്രയോഗമായി തീരുക കൂടി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സൗന്ദര്യശാസ്ത്രപരമായ ഒരു ജനാധിപത്യവൽക്കരണം കൂടി ഈ കാലത്തിനിടക്ക് നടന്നിട്ടുണ്ട്. നിരൂപണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ പിന്നെ അടയാളപ്പെടുത്തേണ്ട
ഒരു സംഗതിയാണത്. കാരണം ഈ സാഹിതീയത, ലിറ്റററിനെസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നിരൂപണത്തെ ഞാൻ നേരത്തെ പറഞ്ഞ നിരൂപണത്തിലെ ആളത്വം ഇല്ലാതാക്കുന്നതിൽ, നിരൂപണത്തിന്റെ കർത്തൃത്വ ആധികാരികതയെ ഇല്ലാതാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഞാൻ ആധികാരികത എന്ന് ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായ സെൻസിലാണ് കേട്ടോ, അല്ലാതെ ആധികാരികത ഇല്ലാത്ത നിരൂപണ അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത്, മറിച്ച് അധികാരിത്വം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അധികാര സ്ഥാപനം എന്നുള്ള നിലയിൽ നിരൂപണത്തെ മാറ്റുന്നതിൽ ഒരു പങ്ക് വഹിച്ചത് ഈ ലിറ്റററിനെസിന്റെ അപനിർമ്മിതി കൂടിയാണ്. ലിറ്റററിനെസ്, സാഹിതീയത ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളത് വളരെ കൃത്യമായി അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ നമുക്കുണ്ടായിരുന്നു. ഇതാണ് സാഹിതീയത, ഇതിന് പുറത്തുള്ള ഒന്നും സാഹിത്യമല്ല എന്നുള്ളത്. എന്നാൽ ഈ പറയുന്ന സാഹിതീയതയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറുകയും പുതിയ ഒട്ടേറെ അനുഭവ മണ്ഡലങ്ങൾ, പുതിയ ഒട്ടേറെ സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങൾ നമ്മുടെ ഈ പറയുന്ന സാഹിതീയതയുടെ മാനദണ്ഡങ്ങൾക്ക് അകത്തേക്ക് കടന്നു വരുന്നു. അതോട് കൂടിയിട്ട് സംഭവിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതാണ് സാഹിത്യം, ഇതാണ് നല്ല സാഹിത്യം, ഇതാണ് മികച്ച സാഹിത്യം എന്ന് പറയാനുള്ള ഒരു അളവുകൾ കൂടിയാണ് ഇല്ലാതാവുന്നത്. അങ്ങനെയാണ് ഇപ്പോ ഈ പറയുന്ന ഇപ്പോ നമ്മള് PF മാത്യൂസിന്റെയോ ഫ്രാൻസിസ് ഡൊറോണയുടെയോ സെബാസ്റ്റ്യൻ പള്ളിത്തോടിന്റെയോ ജോണി മിരാന്റയുടെയോ ഒക്കെ കഥകള്, നോവലുകളൊക്കെ വരുന്ന സമയത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 20 കൊല്ലം മുമ്പ് വരെ മലയാളത്തിൽ ഈ പറയുന്ന ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്ന ഒരു കുറെ മനുഷ്യരുണ്ടെന്നുള്ളതും ആ മനുഷ്യർക്ക് അതിസമ്പന്നമായ കളർഫുള്ളായ ഒരു ലൈഫ് ഉണ്ടെന്നുള്ളതും അവർക്ക് ഒരു വളരെ അത്തരത്തിലുള്ള ഒരു മിത്തോളജി ഉണ്ടെന്നും ആ മിത്തോളജിയും അവരുടെ പാട്ടുകളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ എങ്ങനെയാണ് ഒരു ഈ പറയുന്ന കേരളീയതയുടെ ഒരു പുതിയ ഇടങ്ങൾ ചമയ്ക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് വളരെ സമീപകാലത്തല്ലേ. എത്രയോ കാലമായി നമ്മുടെ സാഹിത്യ എന്നുള്ള സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജനതയെ നമ്മൾ തിരിച്ചറിയാതെ, ഇനിയും നമ്മൾ തിരിച്ചറിയാത്ത എത്ര കൾച്ചറൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്? അതൊരു ജനാധിപത്യവൽക്കരണ പ്രവർത്തനമാണ്. സൗന്ദര്യശാസ്ത്രത്തിന്റെ ജനാധിപത്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ. എന്ന് വെച്ചാൽ ഈ പറയുന്ന നിരൂപണത്തിന് ഇനി ഈ രീതിയിൽ ചിതറാതെ പറ്റില്ല എന്നുള്ളത് കൂടിയാണ്. നിരൂപണത്തിന് ഇനി ഈ പറയുന്ന ഒരൊറ്റ മുഴക്കോലുമായിട്ട് നിൽക്കാൻ കഴിയാത്ത വിധം അത് ചിതറാൻ നിർബന്ധിതമായി തീരുന്നു എന്നുള്ളത് കൂടിയാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് വായനയെ സംബന്ധിച്ച് തന്നെ ഉണ്ടായ സമീപകാലത്തുണ്ടായ, വിശേഷിച്ചും തത്വചിന്താ മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഫിലോസോഫിക്കൽ ടേൺ കൂടി യഥാർത്ഥത്തിൽ സാഹിത്യത്തിന്റെ വായനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോ വിശേഷിച്ചും ഈ സ്പിനോസയുടെ ചിന്തകളെ നമ്മൾ എങ്ങനെയാണ് പുതിയ കാലത്ത് വീണ്ടും തത്വചിന്തയിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വായനയിൽ തന്നെ ഇപ്പോ ഈ അർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ്, വാക്കിൽ നിന്ന് അർത്ഥത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ് സാഹിത്യം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു പഴയ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്തരം ധാരണയിൽ നിന്ന് നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോകുന്നു. വാക്ക് തന്നെ, ശബ്ദം തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രവൃത്തിയാണ്. അത് അർത്ഥം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതൊരു പ്രവൃത്തി തന്നെയാണ് എന്നുള്ള മട്ടിലുള്ള ആലോചനകളിലേക്ക് വെച്ചാൽ പ്രതിനിധാനാത്മക വായനകളെ നിഷേധിക്കുന്ന ഒരു സാഹിത്യം എന്ന് പറയുന്നത് ഒന്നിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതൊരു അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, അതൊരു അനുഭവത്തെ, ഒരു ആശയത്തെ, ഒരു വ്യക്തിയെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് വാക്കുകൾ എന്നൊക്കെയുള്ള നമ്മുടെ പഴയകാല സങ്കല്പങ്ങൾ പൂർണ്ണമായിട്ടും പോവുകയും അതിന് പകരമായിട്ട് വാക്ക് തന്നെ എങ്ങനെയാണ് ഒരു എന്താ പറയാ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാക്ക് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വാക്കൊരു പ്രവൃത്തിയായി തീരുന്നത് എങ്ങനെയാണ് എന്ന് മറ്റുള്ള ആലോചനകളിലേക്ക് നമ്മൾ ഇന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാഹിത്യത്തിനകത്ത് ഈ പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥത്തെ ചുഴിഞ്ഞെടുക്കുക എന്ന് പറയുന്ന പഴയകാലത്തെ നിരൂപകരുടെ പ്രവൃത്തി, അത്തരം പ്രവൃത്തികൾ പലപ്പോഴും ആവശ്യമില്ലാതായി തീരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അതും ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ വലിയ തോതിൽ വായനയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം, സൗന്ദര്യശാസ്ത്രപരമായ ജനാധിപത്യവൽക്കരണം കൊണ്ടുവന്ന സാഹിതീയതയെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം, അതുപോലെ തന്നെ ഈ പറയുന്ന ആധികാരികതയെ അസാധുവാക്കുന്നത്, അധികാരിത്വത്തെ, ഞാൻ ആധികാരികത എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം വരും, അധികാരിത്വത്തെ, അധികാര സ്ഥാപനം എന്നുള്ള രീതിയിലുള്ള നിരൂപണത്തിന്റെ ഒരു പ്രവർത്തനത്തെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് ഒരു പക്ഷെ വിയോജിപ്പുള്ളവരുണ്ടാകാം, പക്ഷെ എങ്കിലും എൻ്റെ ചില തോന്നലുകൾ അങ്ങനെയാണ്. അധികാര സ്ഥാപനം എന്നുള്ള നിലക്കുള്ള അതിന്റെ ഒരു പ്രവൃത്തി മണ്ഡലത്തെ പുതുക്കി എഴുതിയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ ഈ ചോദ്യം
ഈ ചോദ്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നിരൂപണം എന്ന് പറയുന്നത് അവസാനിക്കുന്നതോ അവസാനിക്കേണ്ടതോ ആയ ഒന്നല്ല. തീർച്ചയായും അതിനൊരു ജീവിതമുണ്ട്. അത് പിന്നെ നിരന്തരമായ വായനാ ജീവിതങ്ങളാണത്. ആ വായനാ ജീവിതങ്ങളുടെ ഫലമയെ, ആ വായനാ ജീവിതങ്ങളുടെ ജനാധിപത്യത്തെ നിലനിർത്തുന്ന കുറെ കൂടി തുറസ്സുള്ള ഒരു സ്ഥാപനമായി നിരൂപണം നിലനിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇനി ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് ആവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുക. അതിനവർ ഓരോരുത്തരും പെട്ടെന്ന് റെസ്പോൺസ് പറയും. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കും. ഹലോ, ചോദ്യങ്ങൾ വേഗത്തിലായിക്കോട്ടെ. അരുൺ സിംഗറെ ഒരു ചോദ്യം ചോദിക്കും, ചർച്ചയ്ക്കൊന്ന് സജീവമാട്ടെ. ഒരുപാട് സംവാദങ്ങൾക്കും തുടരാലോചനകൾക്കും സാധ്യതയുള്ള വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചവരെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മൂന്ന് വീക്ഷണസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള അവതരണങ്ങളായിരുന്നു. അതുകൊണ്ട് അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ വരട്ടെ. ഒരു ചെറിയ ചോദ്യമാണ്. ഈ ഈ പാശ്ചാത്യ ലോകങ്ങളിൽ ഉണ്ടാകുന്ന പല സിദ്ധാന്തങ്ങളും നമ്മുടെ സാഹിത്യ പരിസരത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അങ്ങനെ ആ രൂപത്തിൽ നമ്മുടെ കൃതികളെ വായിക്കുന്ന ഒരു വായനാ പരിസരമായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിയലിസം എന്ന സാധനം തന്നെ നമ്മുടെ സാഹിത്യത്തിൽ റിയലിസം ഇല്ല, മറിച്ച് അത് റൊമാൻറ്റിക് റിയലിസം ആണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ തരത്തിലുള്ള വായനകളൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ എഴുത്തുകളിലും അല്ലെങ്കിൽ നമ്മുടെ നിരൂപണങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള പാശ്ചാത്യ സിദ്ധാന്തങ്ങളുടെ ഒരു അവരുടെ പ്രാദേശികമായ ജീവിതാനുഭവങ്ങളെ വായിച്ച് നിർമ്മിച്ച സിദ്ധാന്തങ്ങളാണോ നമ്മുടെ പ്രാദേശിക സാഹിത്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? അതല്ല നമ്മുടേതായ ജീവിത പരിസരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മുടേതായ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ സാഹിത്യ നിരൂപണ രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം വികസിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം. സിദ്ധാന്തത്തെക്കുറിച്ച് കുറേ ചർച്ചകളിലൂടെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ഈ പാനലിൽ ആർക്കും അതിനോട് പ്രതികരിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത് ഈ പുതിയ കാലത്ത് ഈ പാശ്ചാത്യം, വിദേശീയം ആ വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുന്നത് കുറഞ്ഞു. ഈ ഗ്ലോബൽ വില്ലേജ് പോലുള്ള ആശയങ്ങൾ നെഗറ്റീവായിട്ട് പറയാം, പോസിറ്റീവായിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പോൾ നാസർ മാഷ് സംസാരിച്ച് നമ്മൾ കേട്ടല്ലോ, അത് നമ്മുടെ സാഹചര്യത്തിലും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു പാശ്ചാത്യം ചിന്തിക്കുന്ന പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുണ്ട് നമ്മൾ ആ പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ പടിഞ്ഞാറുള്ള ആളുകളെ ഉപയോഗിക്കുന്ന മട്ടിലാവണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സംസ്കാരമുണ്ടല്ലോ, നമ്മുടേതായിട്ടുള്ള ചരിത്രാനുഭവങ്ങളുണ്ട്. ആ നിലക്കാണ് പാശ്ചാത്യ സിദ്ധാന്തങ്ങളെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഗാന്ധിയും മാർക്സിസവും തമ്മിലൊരു സംവാദം സാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. വൺ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെയും ആ നിലയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ ഒരു പ്യൂരിറ്റിയോടുകൂടി, ഒരു ഭയത്തോടുകൂടി ഉപയോഗിക്കുന്ന രീതി ഇപ്പോഴില്ലാന്ന് തോന്നുന്നു. അതൊന്നും അതിൻ്റെ ഒരു ഉത്തരം. രണ്ടാമത്തെ ഉത്തരം, നമ്മൾ നമ്മുടെ പ്രാദേശിക അനുഭവങ്ങളെ ഗൗനിക്കേണ്ടതുണ്ട്. ഇപ്പൊ MT വാസുദേവൻ നായർ ഒരു സ്വപ്നം നിർമ്മിച്ചിട്ടുണ്ട്. അത് ഈ എപ്പോഴും നിറഞ്ഞൊഴുകുന്ന നിള എന്നുള്ളതാണ്. നിള അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ നിറഞ്ഞൊഴുകാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ആവശ്യമാണ്.
അദ്ദേഹത്തിന് ഒരു നിറവിന്റെ ഒരു ആശയം, കാൽപ്പനികമായിട്ടുള്ള ആശയം അവതരിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരിക്കലും അദ്ദേഹത്തിന് അവനെ അറിയേണ്ടിയിരിക്കുന്നു. നടുവിൽ മാത്രമേ വെള്ളമുള്ളൂ എന്നൊക്കെ അദ്ദേഹം തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് സങ്കല്പമാണ്. അത് വെച്ചിട്ട് പിന്നെ ഇരുട്ടിന് ആത്മാവ് എന്ന് പറയുന്ന അത് പ്രസിദ്ധമായിട്ടുള്ള കഥയിൽ സംഗതിയുണ്ട്. ഈ വേലായുധം എന്ന് പറയുന്ന ഭ്രാന്തൻ യുവാവ്, അയാള് അവിടെയുണ്ട്. അയാളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നായർ എന്ന് പറയുന്ന ആൾ ഒരു വലിയ കുട്ടകം എന്താ പറയാ, വലിയ പാത്രത്തിൽ വെള്ളം തയ്യാറാക്കി വെക്കുന്നു. ഈ അശ്വത് നായർ അങ്ങോട്ട് പോയ സമയത്ത് ഇയാൾ ചെയ്യുന്നത് ഈ വെള്ളം ഒരു പാത്രം കൊണ്ട് മുക്കി മറിക്കുകയാണ്. എന്നുവെച്ചാൽ രോഗം എന്ന് പറയുന്നത് ഒരു പാത്രത്തിലുള്ള വെള്ളം. അപ്പൊ ഈ ഒഴുകുന്ന നിളയെ മനസ്സിൽ സങ്കല്പിക്കുന്ന എം ടി വാസുദേവൻ നായർക്ക് ഈ ഒഴുകുന്ന വെള്ളം സ്വാതന്ത്ര്യം. നമ്മൾക്ക് ഭാഗ്യവശാൽ ഇപ്പൊ തക്കാൻ രോഗമില്ല. അപ്പൊ നമുക്ക് എനിക്ക് ഇന്നലെ കാസർഗോഡ് പ്രസംഗിക്കാം, ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ. വൈകുന്നേരം ഞാൻ പിന്നെ കോട്ടകൽ പോയിട്ട് പ്രസംഗിക്കും. ഞാൻ എന്റെ ഡയറി എങ്ങനെയാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ശാരീരിക ബുദ്ധിമുട്ടില്ലാത്തത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാം. പക്ഷെ ഒരു ഭ്രാന്തൻ ചങ്ങലയിലാണ്, ഭ്രാന്ത് തന്നെ ഒരു ചങ്ങലയാണ്. അപ്പോൾ അയാള് ആ കഥ വായിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. ഈ അദ്ദേഹം വെള്ളം മുക്കി മറിക്കുകയാണ്. അപ്പൊ ഈ നിറഞ്ഞൊഴുകുന്ന നിള എന്നുള്ള ഒരു കേരളീയമായിട്ടുള്ള ചിത്രം അദ്ദേഹം സങ്കല്പം ഉണ്ടാക്കുന്നതാണ്. അത് ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു വർണ്ണനയാണ്. അത് വെറുതെ ഭ്രാന്തന്റെ ഒരു വിചിത്ര ലീലയല്ല, ഭ്രാന്തല്ല വാസ്തവത്തിൽ. അയാള് സ്വാതന്ത്ര്യക്കുറവിനെതിരെയുള്ള ഒരുതരം സർഗാത്മകമായ സ്പെക്യുലർ ആയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് രൂപപ്പെടുന്നത്. പിന്നീട് അത് മനസ്സിലാവുന്ന ആളുകൾക്ക് മനസ്സിലാവുമോ എന്നുള്ള ഒരു ഭയം പക്ഷേ എം ടിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുഴ ഈ എന്റെ വീടിന് അരികിലേക്ക് ഒഴുകിയിരുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് തന്നെ മീൻ പിടിക്കാൻ പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്റെ വരാന്തയിൽ ഇറയത്ത് ഇരുന്നുകൊണ്ട് തന്നെ മീൻ പിടിക്കാമായിരുന്നുള്ള ഒരുപക്ഷെ അനാവശ്യം തോന്നാവുന്ന ഒരു പാരഗ്രാഫ് അതിലുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല, ഈ കാര്യം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ നിള എന്ന് പറയുന്ന ഭാരതപ്പുഴ എന്ന് പറയുന്ന പേര് തന്നെ അങ്ങനെയല്ല. ഇപ്പൊ വി എൻ ഗിരിജ മനോഹരമായിട്ടുള്ള പുസ്തകം, മനോഹരം എന്നല്ല, വളരെ പ്രധാനപ്പെട്ട പുസ്തകം, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പറയണ്ട, ചെറുവണ്ണൂർ ടു ഷൊർണൂർ എന്ന പേരൊരു പുസ്തകം. അത് മനോരമ ഇറക്കിയ പുസ്തകം. ഞാൻ അങ്ങനെ പറഞ്ഞുവിടാം, നിങ്ങൾ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ്. മനോരമ ഇറക്കിയ പുസ്തകം, സമയം വലിയ പുസ്തകമാണ്. ഗിരിജയെ പോലൊരു കവി ഒരിക്കലും എഴുത്ത് വിചാരിക്കാത്ത അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു നീളാ പഠനമാണ് ഷൊർണൂരിനെ മുൻനിർത്തി. അതിലവര് പിന്നെ പ്രൊഫസർ ഞങ്ങളെ പോലെ അധ്യാപകരെയോ സോക്കോൾഡ് പണ്ഡിതന്മാരെയോ മാത്രമല്ല ആശ്രയിക്കുന്നത്. അടുക്കള കാര്യങ്ങൾ സാധാരണ നയിക്കുന്നത് അവരെല്ലാവർക്കും പാണ്ഡിത്യമുണ്ട്. ഈ പാണ്ഡിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പഴയ സങ്കല്പം പോയി. എല്ലാവർക്കും ജീവിതം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിവുണ്ട്, എല്ലാവർക്കും പാണ്ഡിത്യമുണ്ട്. അപ്പൊ അങ്ങനെ അത് വളരെ സവിശേഷമായ അത്യന്തം ജനാധിപത്യ മൂല്യമുള്ള പുസ്തകമാണ്. അതിന്റെ മൊത്തം ഘടന അതാണ്. ഒരു കവി ഇങ്ങനെ ഞങ്ങളെ പോലുള്ള ഈ നമ്മളെ പോലുള്ള യൂണിവേഴ്സിറ്റി, നമ്മളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ബുദ്ധിയുള്ളവരാണ്. അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഒരു കവി. അവർ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്, MA വരെ പഠിച്ച ആളാണ്. ആ ഒരു അടിസ്ഥാനം ഉണ്ടെന്നാലും പക്ഷെ സമീപനത്തിൽ അല്ലെങ്കിൽ ആഖ്യാനത്തിലൊക്കെ വേറൊരു രീതി. അപ്പൊ ആ പുസ്തകത്തിന് വലിയ മൂല്യമുണ്ട്. പ്രളയെ സങ്കല്പിക്കുന്ന ഒരു പാരിസ്ഥിതിക ദർശനം, സൗന്ദര്യ ദർശനം ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു ജനാധിപത്യവും നല്ലോണമുള്ള കേരളീയം എന്ന് ശരിക്കും പറയാവുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേരളീയമായി കാണുന്ന. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ ആ സിദ്ധാന്ത ശുദ്ധിയോടുകൂടിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ആ വ്യത്യാസം ഉണ്ട്. മാഷെ, ഒരു സംശയമാണ്. നമ്മുടെ കേരളത്തിലെ സൈദ്ധാന്തിക പരിസരം അല്ലെങ്കിൽ സിദ്ധാന്തത്തിന്റെ പരിസരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭക്തി കേന്ദ്രിതമായിട്ടുള്ള സൈദ്ധാന്തിക സിദ്ധാന്തങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് രൂപപ്പെട്ടു വരുന്നത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് സൈദ്ധാന്തിക മേഖലയിൽ ഇപ്പോഴും വരേണ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളുടെ തുടർച്ചകളിലാണ് ഇവിടുത്തെ സൈദ്ധാന്തിക ബോധങ്ങൾ എപ്പോഴും സിദ്ധാന്തങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്? തിയറികളായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ടു വരുന്ന സിദ്ധാന്തങ്ങളല്ല പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന സിദ്ധാന്തങ്ങൾ കൂടുതലും ഈ പറയുന്ന ഭക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ബോധത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ദളിത് സൈദ്ധാന്തിക മേഖലകളെ അഡ്രസ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് സിദ്ധാന്തങ്ങൾ ഈ ഒരു മേഖലയിൽ അഡ്രസ്സ് ചെയ്യാൻ ദളിത് സൈദ്ധാന്തികതയെ അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രത്തെ അഡ്രസ്സ് ചെയ്യാൻ മലയാള സാഹിത്യത്തിന് കഴിയാത്തതെന്നാണ് ഈ സമാഷ അതിനെ സമാഷ കുറച്ചും കൂടെ ക്ലാരിറ്റി. ദലിത് സൗന്ദര്യശാസ്ത്രം എന്തുകൊണ്ട് സംബോധന ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു, തീർച്ചയായിട്ടും വളരെ വേറിട്ട ഒരു
ഒരു ഒരു ഒരു ദാർശനിക സ്വഭാവം യഥാർത്ഥത്തിൽ ഈ ദലിത് സൗന്ദര്യ അവബോധത്തിനുണ്ട്. അത് പിന്നെ ഒരു പരിധിവരെ ഒരുപക്ഷെ കേരളീയ ജീവിതത്തിന് നമ്മൾ പലപ്പോഴും കേരളീയത എന്നുള്ള പേരിൽ നമ്മൾ പറഞ്ഞു പോരുന്ന പല സംഗതികൾക്കും ആ സംഗതിയോട് ചേർന്ന് പോകാത്ത ഒരു ജീവിതബോധം ദലിത് ജീവിതബോധത്തിനകത്തുണ്ട്. കുറെ കൂടി ഇഗാലിറ്റേറിയനായ, കുറെ കൂടി പിന്നെ ലിംഗസമത്വമാണെങ്കിലും പിന്നെ തൊഴിൽ സമത്വം, ഇങ്ങനെയുള്ള ഒരുപാട് ചില മൂല്യങ്ങൾ ഈ പറയുന്ന ദലിത് ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത്തരത്തിലുള്ള ആലോചനകൾ നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയിരുന്നു. പ്രതിഭ മാഷ പോലെയുള്ള ആളുകൾ അത്തരം ചില ആലോചനകൾക്ക് തുടക്കം കുറിച്ചിരുന്നെങ്കിൽ പോലും അത് വലിയ തോതിൽ ഒരു സൗന്ദര്യ വിചാര പദ്ധതിയായിട്ട് അത് നമ്മുടെ നാട്ടിൽ വികസിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ വികസിപ്പിക്കേണ്ട അല്ലെങ്കിൽ വികസിപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള മലയാളത്തിൽ അത്തരത്തിലുള്ള ആലോചനകൾക്ക് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെ പിന്നെ കുറെ കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെടാവുന്ന ഒരു സൗന്ദര്യശാസ്ത്ര പിന്നെ സമീപനം എന്നുള്ള രീതിയിൽ വലിയ തോതിൽ സാധ്യതയുള്ള ഒന്നാണ് അത്. അത്തരം ആലോചനകൾ നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണത് പിന്നെ മലയാളത്തിൽ നടക്കാത്തത് എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കത് പലപ്പോഴും ഈ പറയുന്ന മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിനകത്ത് തന്നെ അത് നിൽക്കുന്നുണ്ട്. അത് മാർജിനലാണ് എന്ന് പറയുന്ന മട്ടിലുള്ള ഒരു സംഗതി. അത് പൊതുവല്ല, അത് അപ്പുറത്താണ് എന്നുള്ള ഒരു അരികിലാണ് എന്ന് പറയുന്ന ഒരു പൊതുബോധം നമുക്ക് നിലവിലുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഒരു ദലിത് വിചാര പദ്ധതിയെ പിന്തുടരുന്ന ആളുകളിൽ പോലും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനത് എങ്ങനെയാണ് സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രവർത്തന രീതി എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നത്. പലപ്പോഴും ഈ നമ്മുടെ ദലിത് സാഹിത്യം അല്ലെങ്കിൽ ദലിത് പിന്നെ അവബോധം എന്ന് പറയുന്നതിനകത്ത് പോലും പലപ്പോഴും ഒരു വിലാപങ്ങളുടെയോ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ അമർഷത്തിന്റെ പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടാറുള്ളത്. അതിനപ്പുറത്ത് വളരെ കൃത്യമായ ഒരു ജീവിതബോധം, ഒരു ബദൽ ജീവിതബോധം അതിനകത്തുണ്ട്. ഈ പറയുന്ന പ്രതിഷേധവും പ്രതിരോധവും പിന്നെ അമർഷവും കരച്ചിലും പിന്നെ മാത്രമല്ല, അല്ലെങ്കിൽ അരികുവൽക്കരണത്തിനെതിരായിട്ടുള്ള പ്രതിരോധം മാത്രമല്ല ദലിത് സാഹിത്യം. അതിനപ്പുറത്ത് വളരെ കൃത്യമായ ഒരു ബദൽ ജീവിത ബോധം, നമ്മുടെ പൊതുബോധത്തിൽ നിന്ന് തീർത്തും തീർത്തുമെന്നല്ല ഞാൻ പറയുന്നത്, പൊതുബോധത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട ഒരു ജീവിത ബോധം അതിനകത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ പിന്നെ പൊതുബോധത്തെ പലപ്പോഴും നമ്മുടെ ഒരു സൗന്ദര്യ ശാസ്ത്ര പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ഒരു വിചാര പദ്ധതിയായിട്ട് നമുക്ക് ഇനിയും വികസിപ്പിക്കാനായിട്ടില്ല. അത്തരം ശ്രമങ്ങളാണ് എനിക്ക് തോന്നുന്നത്. പ്രതിഭ മാഷ്ടെയൊക്കെ പല ലേഖനങ്ങളിലും അതിന്റെ ആദിരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇതൊരു പിന്നെ ഒരു സൗന്ദര്യശാസ്ത്ര പദ്ധതിയായി വികസിപ്പിക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ച് വിശേഷിച്ചും ടിഗസി പഠനത്തെ കുറിച്ചൊക്കെയുള്ള പ്രതിഭ മാഷിന്റെ പഠനം ആ തരത്തിലുള്ളതായിരുന്നു. അത്തരം പഠനങ്ങൾ ഒരു പക്ഷേ മലയാളത്തിൽ വളരെ അപൂർവമാണ്. കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ദലിത് സൗന്ദര്യശാസ്ത്രമൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാം. 2015 സനൽ മോഹൻ്റെ ഹിസ്റ്റോറിയനായിട്ടുള്ള, ശരിക്കും ഹിസ്റ്റോറിയന്മാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്കതിനൊരു മറുപടി പറയാൻ പറ്റിയത്. അപ്പോൾ 2015 മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് വരുന്നു. 2016 ഇതിനെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂ മലയാളത്തിൽ മാതൃഭൂമി ആകാശപ്പതിപ്പിൽ വരികയാണ്. അപ്പോൾ സനൽ മോഹനോട് ഇൻ്റർവ്യൂ ആരംഭിക്കുന്നത് സനലിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പറയൂ, നിങ്ങൾ ചരിത്ര വിജയത്തിലുള്ള നിങ്ങളുടെ ബാല്യകാലത്തുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങണം. ഞാനത് ഇൻ്റർവ്യൂ മൊത്തം വായിക്കുന്നു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് രാജൻ ഗുരുക്കളോടോ അല്ലെങ്കിൽ MGS നാരായണനോടോ കേശവ വെളുത്തിട്ടനോടോ ഒരിക്കലും ചോദിക്കില്ല ഇങ്ങനൊരു. അപ്പോൾ
ഇത്തരത്തിലൊരു ചോദ്യം, അതായത് ഒരു ചരിത്രകൃതി എഴുതുന്നതിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന്റെ ഒരു, അതായത് ഇതൊരു ചരിത്രകൃതി ഒരു നരേറ്റീവ് തന്നെയാണ്, ഒരു ആഖ്യാനം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, പുതിയൊരു സെൻസിലൊരു നരേറ്റീവ് എന്നുള്ളൊരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ, സനൽ മോഹൻ ഇതിന് അയാളുടെ ബാല്യകാലം പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി മാറുകയും ഇത്തരത്തിലുള്ള പ്രാമാണികമായിട്ടുള്ള മറ്റ് നരേറ്റീവുകൾ എഴുതിയ ആൾക്കാർ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നു. വേറെ അങ്ങനെ ഒരു യുക്തി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രതിനിധാന വായനകളുടെ അന്ത്യം എന്ന് പറയുന്നുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് രാജഗോപാലൻ പറയുന്നുണ്ടായിരുന്നു, എന്താ ഞാനിപ്പോൾ ഒരു നിരൂപണം എഴുതുമ്പോൾ അതിൽ എഴുത്തുകാരന്റെ പേര് ഒരിടത്ത് മാത്രം പരാമർശിച്ച് പിന്നെ കഥാവസ്തുവിലേക്ക് അല്ലെങ്കിൽ ആഖ്യാനത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് പിന്തുടരാറ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സബ്ജക്റ്റീവായിട്ടുള്ള ഈ വായനകൾ വേറൊരു മട്ടിൽ നടക്കുന്നുണ്ട്, പ്രബലമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പ്രമുഖമായിട്ടുള്ള വായനകളിൽ, അതായത് നമ്മൾ എഴുത്ത് എന്ന് പറയുന്ന ഒരു ഒറ്റ പ്രോസസ്സിന് മാത്രം അല്ലെങ്കിൽ ഡോക്യുമെന്റിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്രയേരം സംസാരിച്ചത്. ഇതിന് പുറത്ത് പ്രതിദാന വായനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വായനകളുടെ വലിയൊരു വ്യവഹാരം വളരെ സക്രിയമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താ പറയാ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ബോധമായിട്ട് മാറിയിട്ടില്ല. അതായത് ഈ പുതിയ തരത്തിലുള്ള സിദ്ധാന്തത്തിന്റെ ഈ ഒരു നോട്ടങ്ങൾ ഈ എന്താ പറയാ, അപ്പോൾ ഈ സംസ്കാര പഠനത്തിന്റെ അല്ലെങ്കിൽ അബോധത്തിനെ കുറിച്ചിട്ടുള്ള മറ്റ് തരത്തിലുള്ള വ്യവഹാരങ്ങൾ ഇതൊന്നും തന്നെ നമ്മുടെ ഒരു ഓർഗാനിക് ആയ ജൈവികമായിട്ടുള്ള നമ്മുടെ ഒരു ചിന്താപദ്ധതിയുടെ ഭാഗമായിട്ടില്ല. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് നിരൂപണം എന്ന് പറയുന്നത് ഒരു പുതിയ അവൈലബിൾ ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പണിയാണോ, അതോ അത് നമ്മുടെ തന്നെ തദ്ദേശീയമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള ടൂളുകളെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊരു നിർമ്മാണ പ്രക്രിയയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത്തരത്തിലൊരു നിർമ്മാണ പ്രക്രിയയുടെ ഒരു എന്താ പറയുക പരിണാമം മലയാള നിരൂപണത്തിൽ അടയാളപ്പെടുത്താൻ പറ്റൂ? ഞാൻ ചോദിക്കുന്നത്, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തെളിച്ചങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറം ഞങ്ങൾ പുതിയൊരു സാധനത്തെ നിർമ്മിക്കുന്നു, ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ് എന്നുള്ള രീതി, പ്രൊഡക്ഷൻ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് തന്നെ നോക്കി, ഇപ്പോൾ പാശ്ചാത്യ സാധനങ്ങളൊക്കെ പറയുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവര് ഒരേ സമയം ഒരു തിയറി മേക്ക് ചെയ്യുകയും അതിന് സാഹിത്യത്തെയും മറ്റും ഉപജീവിക്കുകയും അങ്ങനെയാണ് അവിടുത്തെ ഒരു നിരൂപണത്തിന്റെ പോക്ക് നമ്മൾ മനസ്സിലാക്കിയത്. അതൊരു ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു സംജ്ഞയോ സമ്മർദ്ദമോ ഒരു സമീപനം ഉണ്ടാകുന്നു, അതിനൊപ്പം തന്നെ സാഹിത്യത്തെ ആ രീതിയിൽ പുതുക്കുകയും ചെയ്യുന്നു. മറിച്ച് നമ്മൾ ചെയ്യുന്നത് ടൂളുകൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ് കൂടുതലായിട്ടും നമ്മുടേതായിട്ടുള്ളൊരു നിരൂപണ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മുഖ്യ പ്രവണത എന്നുള്ള നിലയിൽ കാണാം. ഇതിനോടൊപ്പം ഒന്നും ആർക്കായാലും പ്രതികരിക്കാം എന്നുള്ള രീതിയിൽ വിട്ടുതരികയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞങ്ങളുടെ എഴുത്തിന് ഞങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ പറ്റണമെന്നില്ല. ഇത് എൻ്റെ എഴുത്തിന് നിരൂപണം എനിക്ക് ദേഷ്യം വരുന്നത് പലപ്പോഴും കാര്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇതിനെ അപമാനിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ടല്ല. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് എൻ്റെ വിഷയം പറഞ്ഞല്ലോ, ഇംഗ്ലീഷ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ പാശ്ചാത്യ അന്തരീക്ഷത്തിൽ വന്ന കൃതികൾ അഡ്രസ്സ് ചെയ്യുന്ന ആ സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പറയാൻ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണമെന്നുള്ള രീതി ഉണ്ട്. അത് എൻ്റെ എഴുത്തുനിന്ന് മനസ്സിലാവും. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് ശ്രമിക്കാം. എൻ്റെ ഇത് പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇംഗ്ലീഷ് ഇത്രയും വർഷം സ്കൂളിൽ പഠിപ്പിച്ച ഒരാളാണ്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എങ്കിലും പുസ്തകങ്ങൾ കിട്ടാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഒരുപാട് നല്ല വായനക്കാരെ സുഹൃത്തുക്കളുണ്ട്. പുതിയ പുതിയ പുസ്തകങ്ങൾ കിട്ടാൻ ചില പുസ്തക കേന്ദ്രം തലശ്ശേരി, അങ്ങനെ ഹൈദരാബാദ്, ചില കേന്ദ്രങ്ങളൊക്കെയാണ്. പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അത് വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ കൃതികളെ വിലയിരുത്തേണ്ടത്. കേരളീയം, ഞാനത് കാൽപ്പനികമായിട്ടുള്ള കേരളീയം എന്നല്ല പറയുന്നത്, കേരളത്തിൽ ഉണ്ടാകുന്ന ചരിത്രപരമായിട്ടുള്ള ആ വൈരുദ്ധ്യങ്ങളോട് കൂടിയുള്ള ഒരു കേരളം ഉണ്ടല്ലോ. ആ കേരളത്തിലെ കൃതികൾ, കേരളത്തിലെ ചരിത്രാവസ്ഥ, കേരളത്തിലെ ജിയോഗ്രഫി, കേരളത്തിലെ ഭാഷ, കേരളത്തിലെ മറ്റ് സംഘർഷങ്ങൾ, ഇതിൻ്റെയൊക്കെ കാര്യം വെച്ചുകൊണ്ട് തന്നെ പരിശോധിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. അത് എൻ്റെ കഴിവുകേട് കൊണ്ട് വേണ്ടത് നടക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ എഴുതിയ നോക്കുന്ന ആളുകൾക്ക് അത് പക്ഷേ അതിന് ചില ബീജരൂപങ്ങളെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാവുന്ന എൻ്റെ വിചാരം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിളാന്നിലെ കാര്യം പറഞ്ഞത്. അത് നിളാന്നിനെ പെട്ടെന്ന് ഇത് പറയാം, എന്താണ് അത്, എന്താണ് നിളാന്നിന്റെ പേര് നായർ പുഴയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ നായർ പുഴയാണെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ നായറും അങ്ങനെ ഒരു സവർണ പുഴയായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇല്ലേൻ്റെ പല ആൾക്കാർ രാജചുട്ടത്തായാലും ലീലാകൃഷ്ണനായാലൊക്കെ നായന്മാരായിരിക്കും.
ഞാൻ ആ നിലക്കല്ല നിലയെ കാണുന്നത്, വേണ്ട ആ പുഴയുടെ വൈരുദ്ധ്യങ്ങളോട് കൂടിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബി എൻ ഗിരിജ നമ്പൂരിയാണ്. അതായത് ബി എൻ ഗിരിജയുടെ ഈ പുസ്തകം എന്താണ് നമ്മുടെ ചെമ്മണ്ണൂർ ടു ഷൊർണൂർ എന്നുള്ളതിൽ ഈ നമ്പൂരിത്തം ഞാൻ വായിച്ചിടത്തോളം കണ്ടില്ല. അത് കവറിന് പുറത്തുണ്ടോന്ന് അറിയില്ല, അത് അവസാനത്തെ കവറിൻ്റെ കഴിഞ്ഞിട്ട് ഉണ്ടോന്ന് അറിയില്ല, വായിച്ചിടത്തോളം കണ്ടില്ല അവര്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിന് ഞാൻ ചുരുക്കി പറഞ്ഞത് അത് വളരെ നല്ല ചോദ്യമാണ്. ഈ കേരളീയമായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ടൂളായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ സിദ്ധാന്തങ്ങളാണ് നിൽക്കട്ടെ. ഈ സിദ്ധാന്തങ്ങൾ ഒരു കഥയെ പറ്റി ഓർമ്മിക്കണം. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, സിദ്ധാന്തം എന്ന് പറയുന്നത് അതിനെ ഒരു മുട്ടുകുത്തുന്ന ആവശ്യമൊന്നുമില്ല. സിദ്ധാന്തം ഏത് സംസ്കൃതത്തിലായാലും അതിനും ഒരു മുട്ടുകുത്തേണ്ട കാര്യമൊന്നുമില്ല. അതൊരു കഥയാണ്, ഒരാൾ നിർമ്മിച്ച കഥയാണ്, നറേറ്റീവാണ് സിദ്ധാന്തം. അല്ല അതിന് അധികാര സ്വരൂപം കൊടുക്കുന്നത് നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് സ്വന്തമായി ഇപ്പോൾ കവിത നമുക്ക് സ്വന്തമായി ചിന്തിക്കൂലേ, അങ്ങനെ സ്വന്തമായി ചിന്തിക്കാൻ നിരൂപകർ ആതിരിക്കുമ്പോഴാണ് സിദ്ധാന്തം ഒരു അധികാര രൂപമാണ് തോന്നുന്നത്. അത് ഉപയോഗിച്ച് ചെയ്യാന്നുള്ളത് അങ്ങനെയല്ല. സിദ്ധാന്തം ഒരു കഥയാണ്, ഭാഷ ഉണ്ടാക്കുകയാണ് സിദ്ധാന്തം. അല്ലാതെ പ്രത്യേകിച്ച് പവർ റേഡിയേഷന്റെ ശക്തിയൊന്നുമില്ല. നമ്മൾ അങ്ങനെ കരുതുന്നത്. ഒരു കവിത ചിലപ്പോൾ സിദ്ധാന്തമായിട്ട് ഉപയോഗിക്കാം, ഒരു കവിതയെ തന്നെ സിദ്ധാന്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒരു കഥയെ ഉപയോഗിക്കാം, ഒരു നാട്ടുവർത്താനത്തെ ഉപയോഗിക്കാം, ഒരു ക്വാറൽ, ഒരു കലഹത്തിന്റെ ടെക്സ്റ്റിനെ നമുക്ക് സിദ്ധാന്തമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ സിദ്ധാന്തത്തിലെ കാര്യത്തിൽ തന്നെ മാറ്റം നമുക്ക് വരുത്താവുന്നതാണ്, ധൈര്യമാണെന്ന് മാത്രം. മറ്റേ എളുപ്പപ്പണിയാണ് സിദ്ധാന്തം വെക്കുക, മലയാളത്തെ കവിതയിലുണ്ടോ നോക്കുക. അതിന് നിരൂപകരാവൊന്നും വേണ്ട, അതാർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെയല്ല ഒരു അനുഭവം പറയാം. ഞാൻ ആഫ്രിക്കൻ യാത്ര നടത്തുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ചില കവികളെ നമുക്ക് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വേർഡ്സ് വർത്തിനെ കുറിച്ച് എന്തോ സന്ദർഭത്തിൽ പറഞ്ഞുപോയി. ഞാൻ പറഞ്ഞത്, ഞാൻ സ്കൂൾ അധ്യാപകനായതുകൊണ്ട് കുട്ടികളെ രസിപ്പിക്കാനായിട്ട് ചില കൊച്ചു കാര്യങ്ങളൊക്കെ പറയില്ല. ഞാൻ പറഞ്ഞു, ഒരു കവിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പേരാണ് വേർഡ്സ് വർത്ത്. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അല്ലേ, മൂല്യമുള്ള വാക്ക്, നല്ല വാക്കാണ് അത്, അതിനേക്കാൾ നല്ലൊരു. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം മീറ്റിങ്ങിന് ശേഷം എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വേർഡ്സ് വർത്തിനെ വലിയ ഇഷ്ടമൊന്നല്ല, ഞങ്ങള് ആഫ്രിക്കയിലെ കവികൾക്ക് ഞങ്ങൾ കേട്ടതല്ല. അത് പറഞ്ഞു, ഹീസ് ഓൺലി വിസിറ്റർ ടു നാച്ചർ. അയാൾ വൈകുന്നേരം ആകുമ്പോൾ വെയിലൊക്കെ വെച്ച്, അയാൾ വെയിലുണ്ടോ അറിയില്ല, വൈകുന്നേരം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഡൊറോത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കയ്യിൽ വെച്ച് അയാൾ കാല് വെച്ച് വളഞ്ഞിട്ടാണ്. അപ്പോൾ വേറെ സഹായം വേണം, പുറത്തിറങ്ങിയിട്ട് കാണുന്നതാണ് പ്രതിനിധി അയാൾ. ബട്ട് വി ആർ നാച്ചർ, വി ആർ വിത്ത് നാച്ചർ. ഗംഭീര ചെറിയ വാക്യാണ്, ആവർത്തിക്കാണ്. ഹീസ് ഓൺലി വിസിറ്റർ ടു നാച്ചർ. അയാൾ പ്രകൃതിയുടെ സന്ദർശകനാണ്, പക്ഷെ ഞാൻ തന്നെയാണ് പ്രകൃതി, ഞാൻ പ്രകൃതിയുടെ കൂടെയാണ്. അതൊരു തേർഡ് വേൾഡ് റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സിദ്ധാന്തമാണ് അദ്ദേഹം ഒരു കാഷ്വലായിട്ട് നമ്മുടെ പ്രസംഗത്തോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷെ അത് വലിയൊരു സിദ്ധാന്തമാണ്. അപ്പൊ അങ്ങനെ എവിടുന്ന് ഫലിത ബിന്ദുക്കൾ എന്ന് പറയും, അതിൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോ ഞാൻ ഈ അർത്ഥങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞമ്പോട്ടെന്ന് പറഞ്ഞാൽ ഇതിലുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പേരാണല്ലോ കുഞ്ഞമ്പൂന്നല്ലോ, വടക്ക് കാസർഗോഡ്. അപ്പൊ അയാൾ മരിച്ചു. വായിച്ചവർ ക്ഷമിക്കുക, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയും നമ്മുടെ അനുഭവങ്ങൾ സിദ്ധാന്ത രൂപത്തിൽ ഉപയോഗിക്കാന്ന് പറയാൻ വേണ്ടിയില്ല. അത് മരിച്ചപ്പോ ഭ്രാന്തനായിരുന്നു. ഞങ്ങളുടെ ഒരുപാട് ഭ്രാന്തന്മാരുണ്ടെങ്കിൽ ഇതിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് മരിച്ചപ്പോ ഒരു മരത്തിന്റെ ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി അന്ന് ചെറുപ്പക്കാർ പൊളിച്ചു നോക്കി. താക്കറൊന്നുമില്ല, അയാൾ ജീവിതത്തിന് താക്കമില്ല. പൊളിച്ചു നോക്കിയ സമയത്ത് 35ഓളം പഴയ, ഇത് 84 സംഭവമാണ്, KSRTC ടിക്കറ്റാണ്. അപ്പൊ അയാളുടെ ഭാര്യ ഈ ടിക്കറ്റ് കണ്ടപ്പോൾ അത്ഭുതമായി. നമ്മളാരും KSRTC ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കാറില്ല. അപ്പോ അയാളുടെ ഭാര്യ ശാന്ത എന്ന പേര്, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുപോട്ടന്റെ തലക്ക് സമൂഹമില്ലല്ലോ, അതുകൊണ്ട് ഈ KSRTC ടിക്കറ്റ് എല്ലാം പോയി സൂക്ഷിച്ചു വെക്കും. അതിന് കാരണം അതിൽ ഒരു നിർദ്ദേശമുണ്ട്, ടിക്കറ്റ് യാത്രാവസാനം വരെ സൂക്ഷിക്കുക. അയാൾക്ക് നമ്മളെ പോലത്തെ ഒരു മനുഷ്യരല്ല, അത് ഭ്രാന്തിന്റെ ദിവ്യമായ ഒരു ആനുകൂല്യം ഉള്ളതുകൊണ്ട് പുള്ളി ആ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചു. അപ്പൊ നമ്മൾ വളരെ ബോർണായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് വിചാരിക്കുന്നത് അയാൾക്ക് വേറൊരു ചിന്താ രീതി ഉള്ളതുകൊണ്ട് ഒരു കവിതയായിട്ടോ ഒരു വ്യത്യസ്തമായ നിർദ്ദേശമായിട്ടോ ദാർശനികമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് അദ്ദേഹം കണ്ടിട്ട് അത് അവസാനം സൂക്ഷിച്ചു വെച്ചു. ഇത് എന്റെ വീടിന് ഒരു 100 മീറ്റർ അപ്പുറമുള്ള ഒരു വീട്ടിൽ നടന്ന സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവഗണിച്ചുകൂടാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനം. ആഫ്രിക്കൻ കവിയുടെ വിമർശനം അവഗണിച്ചുകൂടാ. കുഞ്ഞുപടത്തെ ഭ്രാന്തനെ അവഗണിക്കാൻ വേണ്ടി പാടില്ല. നീള ഉണങ്ങാറുള്ളതിലെ കാര്യം അവഗണിക്കാൻ വേണ്ടി പാടില്ല. അത് നാസർ മാഷ് വെറുതെ തന്നെ കാര്യം പറഞ്ഞു. നമ്മുടെ ഫീച്ചേഴ്സ്, നമ്മുടെ ജോഗ്രഫിക്കലായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് മലയാള നിരൂപണം ഉണ്ടാവുന്നത്. സിദ്ധാന്തങ്ങൾ വേണം. ഞാൻ ഇംഗ്ലീഷ് ഭാഷ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇംഗ്ലീഷ് കാര്യങ്ങൾ അറിയണം, സംസ്കൃത കാര്യങ്ങൾ അറിയണം, ഒക്കെ അറിയണം. പക്ഷെ ഇന്ത്യൻ ആയിട്ടുള്ള, ഗ്രാമീണമായിട്ടുള്ള, നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നിരൂപണമാണ് വാസ്തവത്തിൽ മലയാള നിരൂപണത്തെ ശക്തിപ്പെടുത്തുന്നത്. അതിന് ഒരു തരത്തിലുള്ള ഒരു വിമോചന മൂല്യം കൂടുതലാണ്. ചെറിയ കൂട്ടിച്ചേർക്കലോട് ഇപ്പൊ ചോദിച്ചത്,
ഇതിപ്പോ നമ്മള് ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് നമ്മള് ആ സിദ്ധാന്തത്തിന്റെ എല്ലാവിധ സങ്കീർണതകളെയും നമ്മൾ ആലോചിച്ചുകൊണ്ട് ഒരു മറ്റൊരു കഥയോ നോവലിനെ നമ്മൾ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ആ സിദ്ധാന്തം തന്നെ വേണമെന്നില്ല, നമുക്ക് വേറൊരു കഥ, ഇപ്പൊ മാഷ് പറഞ്ഞ വേറൊരു കഥയോ ഇപ്പം ഇവിടെ ഇടത്തെ കുറിച്ച് പറഞ്ഞു. ഇടത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ബോറസിന്റെ കഥകളെ കുറിച്ചിട്ട് പഠിക്കാം. ബോറസിന്റെ ആലേഫ് എന്ന് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഇടമാണ്. ആ ഇടം ആ കഥയെ വെച്ചിട്ട് ആ കഥ തന്നെ ഒരു ആസ്പദമാക്കി അതിനെ റെഫറൻസ് പോയിന്റ് ആക്കി നമുക്ക് നമ്മുടെ മറ്റു കഥകളുടെ സ്പേസിനെ കുറിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ സെഷൻ നോട്ടീസിൽ ഇട്ട സമയം 3:30 വരെയാണ്. വേറെ ഏതോ ഒരു ബ്രോഷർ നോക്കിയ സമയത്ത് ഇതിന് ശേഷം ഒരു സെഷൻ അതിനകത്ത് കണ്ടിരുന്നില്ല എന്നാണ് ഈ ബ്രോഷർ പറയുന്നത്. എനിക്ക് ഇതില്ല എങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുന്നതിന് പ്രയാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. മാഷിക്ക് പോകണം തോന്നുന്നു 4 മണിക്ക്. ഉണ്ട് എങ്കിൽ അത് കുട്ടികളുടെ ഒരു സെഷനാണ് 3:30. അങ്ങനെ ഉണ്ടോ ഷിനോജ്? ഇതിന് ശേഷം ഒരു സെഷൻ ഉണ്ടോ? കഴിഞ്ഞു, ഇത് ലാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അരുൺ ശങ്കർ പറഞ്ഞൊരു കാര്യം, ഈ സബ്ജക്റ്റിവിറ്റിയെ ഒഴിവാക്കി നമ്മൾ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സബ്ജക്റ്റിവിറ്റിയെ മുൻനിർത്തുന്ന വായനകളും മലയാള നിരൂപണത്തിൽ ഉണ്ടാവുന്നു. ഒരുപക്ഷെ ദിലീപ് മേനോനോ സനൽ മോഹനോ കീഴാളതയുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ ഓർമ്മയുടെയും അനുഭവങ്ങളുടെയും ചരിത്രമാണ് ഏറ്റവും റിയൽ എന്ന് പറഞ്ഞ് വായിക്കുന്നു. EP രാജഗോപാൽ മാഷ് സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, EP രാജഗോപാൽ മാഷ് വൈകാരികമായിട്ടാണ് തുടക്കത്തിൽ പ്രതികരിച്ചത് തന്നെ. പക്ഷേ നിരൂപണത്തിനകത്ത് സബ്ജക്റ്റിവിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട്, കർത്തൃ കേന്ദ്രീകൃത പാഠങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ വസ്തുനിഷ്ഠമായോ സാംസ്കാരികമായോ ഒക്കെയാണ് വായിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ നിരൂപകൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി നിലനിൽക്കുന്നുവെന്നും മലയാളത്തിൽ അതിന് അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് വൈകാരികമായി തന്നെ പ്രതികരിക്കും. നേരത്തെ രാഹുൽ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു പദം, ഒരു കൃതിയെ സയന്റിഫിക് ആയിട്ടാണ് നിങ്ങൾ വായിക്കേണ്ടത്. പാസീവായി പറഞ്ഞൊരു അതാണ്. നമുക്കറിയാം, പൊതുവെ നിങ്ങൾ നോക്കൂ, സാഹിത്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, നിരൂപണത്തിനെടുക്കാവുന്ന പുതിയ പുതിയ വിധാനങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സയന്റിഫിക് ആയിട്ടൊരു കൃതിയെ നോക്കുക. ഞാൻ പറഞ്ഞത് സയന്റിഫിക് ആയൊരു നോട്ടം അങ്ങനെ അവസാനത്തെ ഒരു നോട്ടാണ്. അതിനകത്ത് വൈരുദ്ധ്യങ്ങളില്ലേ? ഒരു കൃതിയെ സയന്റിഫിക്കായി വായിക്കണം എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കൽ അല്ലേ? നമുക്ക് വീണ്ടും വീണ്ടും വൈരുദ്ധ്യങ്ങൾ തുറന്നു വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചർച്ച അവസാനിക്കുമ്പോഴും ആ ചർച്ചാ സ്ഥലത്തിൽ നിന്നും പുതിയ വൈരുദ്ധ്യങ്ങൾ തുറന്നു വരുന്നു. നാസർ മാഷ് ഒരുപക്ഷെ പൊതുവെ ഈ പാനൽ ഷെയർ ചെയ്തിട്ടുള്ള ചില യുക്തിയോട് വിമർശിച്ചുകൊണ്ടും വേറെ ചില ആലോചനകളാണ് നാസർ മാഷ് ഫസ്റ്റ് സന്ദർഭത്തിൽ ഷെയർ ചെയ്തത്. ഒരുപക്ഷെ മലയാള നിരൂപണം പൊതുമണ്ഡലത്തിന്റെ ഭാഗമായിരുന്നില്ല. അതിലൊരു അധികാര സ്ഥാനം, ഒരു കർത്തൃസ്ഥാനം, ഒരുപക്ഷെ മോഡേൺ നിരൂപണം വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. KPFL സ്ഥാനങ്ങൾ വരെ ഒരുപക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സമകാലികതയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നും സമകാലികമായ നിരൂപണം ഒരുപക്ഷെ സൗന്ദര്യശാസ്ത്രത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് നിരന്തരമായി പണിപ്പെടുന്നു എന്നും ആ അർത്ഥത്തിൽ ഒരുപക്ഷെ സാമ്പ്രദായിക നിരൂപണം എന്ന് പറയുന്ന വാക്കിന് നിലനിൽക്കില്ല, നിരൂപണം എന്ന് പറയുന്നത് പുതുക്കപ്പെട്ട അർത്ഥത്തിൽ ഇനി നിലനിൽക്കും എന്നും ഉള്ള രീതിയിലാണ് ഒരുപക്ഷെ നാസർ മാഷ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാൻ വിചാരിക്കുന്നത് ധാരാളം വൈരുദ്ധ്യങ്ങൾ ഈ ചർച്ച വീണ്ടും അവശേഷിപ്പിക്കുന്നു. സിദ്ധാന്തത്തെ കുറിച്ച് ഇവിടെ ധാരാളം ആലോചനകൾ വന്നു. സിദ്ധാന്തത്തെ കുറിച്ചിട്ടുള്ള ആലോചനകളിൽ നിങ്ങൾ നോക്കൂ, ഞാൻ സിദ്ധാന്തത്തെ കുറിച്ചിട്ടൊരു ഒരു 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 വാക്യം കേട്ടത്, നാം ജീവിച്ച ജീവിതം തന്നെയാണ് സിദ്ധാന്തം, നാം നടത്തുന്ന പ്രതിരോധം തന്നെയാണ് സിദ്ധാന്തം, ആപത്തിന്റെ കാലത്ത് നാം എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതാണ് സിദ്ധാന്തം. സിദ്ധാന്തങ്ങളിൽ ഒരുപക്ഷെ ചരിത്ര സിദ്ധാന്തങ്ങൾക്ക്, തത്വശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് കുറെ കൂടി പ്രാധാന്യം കൈവരുന്നു. നിരൂപണം കുറെ കൂടി ദാർശനികവും ചരിത്രപരവുമായി തീരുന്നു. അപ്പൊ നോക്കൂ, സിദ്ധാന്തത്തിന്റെ ഒരു ഞാൻ പറഞ്ഞ അതിന്റെ ഒരു മറ്റൊരു മുഖത്ത്, അതിന്റെ ഒരു പൊളിറ്റിക്കൽ മുഖത്തെ കുറിച്ചിട്ടാണ് നേരത്തെ നാസർ സംസാരിച്ചപ്പോൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. സമകാലിക സിദ്ധാന്തങ്ങൾ പൊളിറ്റിക്കൽ സിദ്ധാന്തങ്ങൾ കൂടിയാണ്. സംസ്കാര പഠനത്തിന്റെ സിദ്ധാന്തങ്ങൾ ദൈനംദിന ജീവിതത്തെ തൊടുന്നത് കൂടിയാണ്. അപ്പം സിദ്ധാന്തത്തിന്റെ ഈ രാഷ്ട്രീയ മുഖം, സിദ്ധാന്തത്തിന്റെ ഈ ദൈനംദിനത്വം ഒക്കെ
വളരെ പ്രധാനമാവുന്ന ഒരു സന്ദർഭം നിലനിൽക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഈ കൾച്ചറൽ സ്റ്റഡീസിനൊക്കെ വെച്ചിട്ട് പറയാറുണ്ട്, അത് ഏറ്റവും കൂടുതൽ അപ്പൊളിറ്റിക്കലായ സിദ്ധാന്തങ്ങൾ ഒരു സന്ദർഭത്തിൽ യൂറോപ്പിനകത്ത് വളരെ ഈ പറയുന്ന രീതിയിൽ കേവല ലീലകൾക്കകത്ത്, കേവല യുക്തികൾക്കകത്ത് മാത്രം സഞ്ചരിക്കുന്ന രീതിയും ഒരുപക്ഷെ സംസ്കാര പഠനം ഒരു ബ്രാഞ്ചായി, ഒരു സ്ഥാപനമായി നിലനിൽക്കാതെ പോയതുപോലും അതിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഒരു രാഷ്ട്രീയ ധ്വനി നഷ്ടപ്പെടുന്നിടത്ത് പിന്നെ സംസ്കാര പഠനം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നിൽക്കുകയും നമ്മുടെ സിദ്ധാന്തവും വളരെ വൈരുദ്ധ്യാത്മകമായിട്ടാണ് നിലനിന്ന് നമ്മൾ ഉപയോഗിച്ച പല സങ്കല്പങ്ങളും. മാഷ് പ്രാദേശികത എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം പറഞ്ഞു. എല്ലാ സങ്കല്പങ്ങൾക്കകത്തും വിരുദ്ധമായ പല ആശയങ്ങളും പ്രവർത്തിക്കും. സ്ത്രീവാദ സാഹിത്യത്തിനകത്ത് സ്ത്രീ വിരുദ്ധമായ എലമെന്റുകൾ പ്രവർത്തിക്കുന്നു, ദളിത് സാഹിത്യത്തിനകത്ത് ദളിത് വിരുദ്ധമായ എലമെന്റുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രാദേശികത, എന്താണ് പ്രാദേശികത? പ്രാദേശികത എന്ന് പറഞ്ഞാൽ സാർവദേശീയതയും കൂടിയാണ്. പ്രാദേശികത എന്ന് പറഞ്ഞാൽ ദേശീയതയും കൂടിയാണ്. അല്ലാത്ത പ്രാദേശികത എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഉണ്ടോ? അത് തന്നെ നിരന്തരം പരിണമിച്ചു വരുന്നതല്ലേ? സോ ധാരാളം ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ ചർച്ച, നിങ്ങൾ ഉന്നയിച്ച ചർച്ചകളും പാനൽ മുന്നോട്ട് വെച്ച ചർച്ചകളും ഒക്കെ നിൽക്കുന്നിടത്തു കൂടിയാണ് ഇത് അവസാനിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ പൊതുവെ ഇവിടെ ഷെയർ ചെയ്യപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നിരൂപണം എന്ന് പറയുന്ന ഒന്ന് അതിന്റെ പുതുമകൾ കണ്ടെടുത്തുകൊണ്ട്, സാഹിത്യം എന്നൊന്ന് പുതിയ വിധാനങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് സജീവമായി നിൽക്കുന്നു എന്നുള്ള ഒരു പൊതുവിവേകം തന്നെയാണ് ഈ 3 പാനലും ഷെയർ ചെയ്തത് എന്നാണ് ചേർന്നുള്ള എനിക്ക് ഇത് പെട്ടെന്ന് കേട്ട സമയത്ത് എനിക്ക് തോന്നിയതെന്നും കൂടി പറയുന്നു. നിങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഇനിയും ആകാം, അതല്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം എന്ന് പറയും. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് തീർക്കാം. അവസാനിപ്പിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മളോട് കാര്യക്ഷമമായി സംവദിച്ച 3 പാനൽ അംഗങ്ങൾക്കും സർവകലാശാലയുടെ പേരിൽ, പ്രത്യേകിച്ച് ഈ സാഹിതി സംഘാടക സമിതിയുടെ പേരിലൊക്കെ ഉള്ള ഔപചാരികമായ നന്ദി കൂടി അറിയിക്കുന്നു. ഇത് ഇത്രയും നേരം കേട്ടിരുന്ന, പ്രത്യേകിച്ച് ഇതിനോട് വളരെ സജീവമായ ചോദ്യങ്ങൾ ഉന്നയിച്ച നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ, മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് ഔപചാരികമായി ഇത് അവസാനിച്ചായി കൂടി അറിയിക്കും. മലയാള വിമർശനം എന്ന ഒന്നുണ്ടോ എന്ന സെഷൻ അവസാനിച്ചിരിക്കുന്നു. സെഷനിൽ സംബന്ധിച്ച ഇ പി രാജഗോപാലൻ